ഭഗവാൻ തന്നെ കൂടെ ഇരിക്കുമ്പോഴും ആപത്കാലം വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അനുഭവിക്കാനുള്ളത് വരുമ്പോൾ നമുക്ക് ബുദ്ധി വിപരീതമായിട്ട് പോവും. ഇതാണ് ഭക്തന്മാർ മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യം. അല്ലാതെ ഇത്രയൊക്കെ ചെയ്തിട്ട് എൻ്റെ കൃഷ്ണ എനിക്ക് ഈ ഗതിയാണല്ലോ വന്നേന്ന് പറഞ്ഞ് കരയാറില്ലേ? നമുക്ക് തോന്നില്ല വേണ്ടത്. ഇപ്പം ഇവിടെ യുധിഷ്ഠിരന് ഒരൊറ്റ ചോദ്യം ചോദിക്കുക വേണ്ടേ, എപ്പോഴാണ് മാർക്കണ്ടേയ മഹർഷി എനിക്ക് കാണുക, അല്ലെങ്കിൽ ഇപ്പം അങ്ങപ്പാണ്ട് പറഞ്ഞു തന്നോളൂ. അതല്ല ചോദിച്ചത്, ഈ ഹിരണ്യകശിപുവിൻ്റെ കഥയാണ് ചോദിച്ചത്. കാരണം ഹിരണ്യകശിപുവിൻ്റെ കഥയല്ല കേൾക്കണ്ടേ, ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ്റെ കഥയാണ് കേൾക്കേണ്ടത്. ഈ ഹിരണ്യകശിപുവിന് ഭാഗവതോത്തമനായിട്ടൊരു ഉണ്ണി ഉണ്ടായിരുന്നു, പ്രഹ്ലാദൻ. ഈ ഹിരണ്യകശിപു ആ ഉണ്ണിയോട് അനവധി ദുഷ്ടതരങ്ങളാ ചെയ്തത്. പല വധോപായങ്ങളും പരീക്ഷിച്ചു. പക്ഷേ എന്നിട്ടും ഗോവിന്ദഭുജഗുപ്തായാം ഭഗവാൻ രക്ഷിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ആ ഉണ്ണിയെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇതൊക്കെ കേട്ടപ്പോഴാണ് യുധിഷ്ഠിരന് സംശയം, ഒരച്ഛൻ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ മക്കളെ? അപ്പോൾ ആ പ്രഹ്ലാദൻ്റെ കഥ കേൾക്കണം. പ്രഹ്ലാദൻ്റെ ഭക്തൻ്റെ കഥ കേൾക്കാനുള്ള ഉത്സാഹമാണ് ആദ്യം ഉണ്ടായത്. ഉടനെ പിന്നീട് ഹിരണ്യകശിപുവിൻ്റെ കഥ പറയണു. ഭ്രാതര്യേവം വിനിഹതേ ഹരിണാക്രോഡമൂർത്തിനാം ഹിരണ്യകശിപുരാജൻ തപ്യദൃഷാ ശുചാം. ഈ ഹിരണ്യാക്ഷനെ വരാഹസ്വരൂപിയായിട്ട് ഭഗവാൻ വധിച്ചു എന്നറിഞ്ഞതോടുകൂടി ഹിരണ്യകശിപുവിനോട് ക്രോധം സഹിക്കുകയാണ്ടായി. അവിടെ ഉടനെ മന്ത്രിസഭയൊക്കെ കൊണ്ട് വിളിച്ചു ചേർത്തു. അവിടെ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ അനുജനെ ആ കള്ളൻ വിഷ്ണു വധിച്ചിട്ടുണ്ട്. ഇനി ആ വിഷ്ണുവിനെ വധിച്ച് വിഷ്ണുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ അനുജന് തർപ്പണം ചെയ്യാതെ എനിക്കിനി വിശ്രമമില്ല. അതിന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. ഇതാണ് കൽപ്പന. അതിന് എന്തൊക്കെയാ ആദ്യം ചെയ്യേണ്ടത്? മന്ത്രിമാരോട് ആലോചനായോഗം. മന്ത്രിമാർ പറഞ്ഞു, വിഷ്ണുവിൻ്റെ ശക്തി എന്ന് പറയുന്നത് പശുക്കള്, വേദം, ബ്രാഹ്മണര്, വൃക്ഷങ്ങള്, ഇതൊക്കെയാണ് വിഷ്ണുവിൻ്റെ പ്രധാനമായിട്ടുള്ള ശക്തി. ഇതൊക്കെ നശിപ്പിച്ച വിഷ്ണുവിൻ്റെ ശക്തി കുറയും. അത് തരക്കടില്ല എന്ന് ഹിരണ്യകശിപുവിന് തോന്നി. പിന്നെ ഇതൊക്കെ നശിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത അല്ലേ? മരങ്ങൾ വെട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ചെല്ല വെട്ടുക അത്രയുണ്ട്. പശുക്കളെ വധിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? യാതൊരു ഉപദ്രവം ചെയ്യാത്തൊരു ജന്തു അല്ലേ? ചെല്ല വെട്ടുക. ബ്രാഹ്മണരെയോ അത്രയും ബുദ്ധിമുട്ടില്ല. അവിടെ മിണ്ടാതിരിക്കുന്നുണ്ടാവും, കത്തിയും കൊണ്ട് പോവുക, മുറിക്കുക, അത്രേ വേണ്ടില്ലേ? ഇങ്ങനെയാണ് സകലതും എളുപ്പമായിട്ടുള്ള കാര്യം അതൊക്കെ നശിപ്പിക്കാൻ. ഇതിനൊക്കെ ആദ്യം തന്നെ അങ്ങോട്ട് ഉത്തരവിട്ടു. അപ്പോഴേക്ക് ആരോ മന്ത്രിമാര് പറഞ്ഞു, അതെ വിഷ്ണു എന്ന് പറഞ്ഞാൽ മഹാമായാവിയാണ്. ആ വിഷ്ണുവിനെ വധിക്കാൻ കരബലം കൊണ്ട് മാത്രം സാധിക്കില്ല, വരബലം കൂടിയും വേണം. അത് തരക്കേടില്ലാത്ത അഭിപ്രായം തോന്നി ഹിരണ്യകശിപുവിന്. ഉടൻ ആ തപസ്സനായിക്കൊണ്ട് മന്ത്രപർവ്വതത്തിലേക്ക് പോവാൻ പുറപ്പെട്ടു. അങ്ങനെ പോവാൻ പുറപ്പെട്ട സമയത്താണ് അവിടെ ഗംഭീരമായിട്ടുള്ള കരച്ചിലും പിഴിച്ചിലും. എന്താ? മരണം ആഘോഷിക്കുക. അരദിതി, പിന്നെ ഹിരണ്യാക്ഷൻ്റെ പത്നി, ഇവർ രണ്ടുപേരും കൂടി ഋഷാഭാനു, രണ്ടാളും ഗംഭീര കരച്ചില. ഹിരണ്യാക്ഷൻ മരിച്ച കഥ അറിഞ്ഞിട്ട് ഇത് കണ്ടോണ്ട് പോകാൻ പറ്റുമോ? നേരെ ചെന്നു, അമ്മയെ സമാധാനിപ്പിച്ചു, അനുജൻ്റെ ഭാര്യ സമാധാനിപ്പിച്ചു. അതിന് കുറേ കഥയൊക്കെ പറഞ്ഞു. പണ്ട് ഉശീനരൻ എന്ന് പറഞ്ഞിട്ട് രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിമാരൊക്കെ വന്ന് അവിടെ കിടന്ന് കരച്ചിലും പിഴിച്ചിലൊക്കെ ആയ സമയത്ത് ആ യമധർമ്മൻ തന്നെ ഒരു ബ്രഹ്മചാരിയായി വന്ന് ഉപദേശിച്ച കഥ, ജനിക്കുക മരിക്കുക എന്നുള്ളതൊക്കെ വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ കർമ്മങ്ങളാന്നൊക്കെ കുറേ പറഞ്ഞു. ഇങ്ങനെയുള്ള കഥകളാണ്. എന്നിട്ടോ യമധർമ്മൻ ഒരു പ്രാവിൻ്റെ കഥയും പറഞ്ഞു കൊടുത്തു. ഒരു പെൺപ്രാവും അച്ഛനും അമ്മയും രണ്ടാളെ കുട്ടികളും കൂടി പ്രാവ് അവിടെ കുടുംബമായിട്ട് താമസിക്കുകയായിരുന്നു. ഇവർ ഭക്ഷണത്തിന് പോയ സമയത്ത് ഒരു വേടൻ വന്നു, പ്രാവിൻ്റെ കുട്ടികളെയൊക്കെ വല വിരിച്ചു പിടിച്ചു. അമ്മപ്രാവ് വന്ന് നോക്കിയപ്പോൾ കുട്ടികളൊക്കെ വലയിൽ പെട്ടു. വല്ലാത്ത ദുഃഖമായി. അമ്മപ്രാവ് വിചാരിച്ചു, ഇനി ഞാൻ എന്തിനാ ജീവിക്കണം, എൻ്റെ മക്കളില്ലാണ്ട്. അതോടുകൂടി അമ്മപ്രാവ് വലയിലേക്കെടുത്ത് ചാടി. ഇത് കണ്ടിട്ടാണ് അച്ഛൻ വരണത്. അച്ഛൻ പ്രാവ് വിചാരിച്ചു, എൻ്റെ ഭാര്യയും മക്കളും ഒന്നുമില്ല, ഇനി എനിക്കെന്തിനാ, ഞാൻ ആരും ഇല്ലാത്തവനായി എൻ്റെ ജീവിതം ആ വലയിലേക്ക് എടുത്ത് ചാടി. ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞു. എന്നിട്ട് യമധർമ്മം പറഞ്ഞു, ബുദ്ധിയില്ലാത്ത പക്ഷികളും മൃഗങ്ങളൊക്കെ അങ്ങനെ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കും, അതിനു വേണ്ടി നശിപ്പിക്കും. ഈ ഇത്ര ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയാൽ അവരിതുപോലെ ചെയ്യണോ? അപ്പം നമ്മളും മൃഗവും മനുഷ്യനും തമ്മിൽ ഒരു ബന്ധം ഇല്ലാണ്ടാവുമല്ലേ, ഒരു വ്യത്യാസവും ഇല്ലാണ്ടാവുമല്ലേ?
ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടാണ് ഈ രാജപത്നിമാരെ സമാധാനിപ്പിച്ച് യമൻ അവിടെ നിന്ന് പോയി എന്ന കഥയൊക്കെ പറഞ്ഞു കൊടുത്തു ഹിരണ്യകശിപുവും. അതുകൊണ്ട് അമ്മയോടും പറഞ്ഞു, ഈ ജനിക്കുക മരിക്കുക എന്നുള്ളതിൽ വലിയ കഥയൊന്നുമില്ല, ഇതൊക്കെ കർമ്മങ്ങളുടെ ഭാഗമായിട്ട് വരണതാണ്. മാത്രമല്ല, എൻ്റെ അനുജൻ ഹിരണ്യാക്ഷൻ മരിച്ചത് എങ്ങനെയാ? യുദ്ധത്തിലാണ്. അവന് വീരസ്വർഗമാണ് കിട്ടാൻ പോണത്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ഉപദേശിച്ചു. അതൊക്കെ ഉപദേശമൊക്കെ കിട്ടിയപ്പോൾ എന്തായി? അവർക്ക് രണ്ടാൾക്കും സമാധാനമായി. ഉപദേശം കേട്ടവർക്കൊക്കെ സമാധാനമായി, പറഞ്ഞ ആൾക്കിപ്പോഴും സമാധാനമില്ലാത്ത അവസ്ഥയായി. അല്ലേ? നമുക്ക് ഉപദേശിക്കാൻ വലിയ വിഷമമൊന്നുമില്ലല്ലോ. മൈക്കൊക്കെ കിട്ടിയാൽ ഇരുന്ന് കസർത്തി വിടാം, അതിന് വലിയ നഷ്ടമൊന്നുമില്ല. പക്ഷെ എന്താ, ഈ ഉപദേശം കേട്ടവരൊക്കെ രക്ഷപ്പെട്ടു. ദിതിയും ഋഷാഭാനും ഒക്കെ ദുഃഖമൊക്കെ മാറ്റി വെച്ചു. സത്യ പറഞ്ഞത്, ആ തത്വമൊക്കെ മനസ്സിൽ ധരിച്ച് അവരവരുടെ വഴിക്ക് പോയി. ഇവിടെയോ, ഇവിടെ ഹിരണ്യകശിപുവിന് ഇപ്പോഴും സമാധാനമില്ല. എന്താ, എൻ്റെ അനുജനെ വിഷ്ണു വധിച്ചു, ആ പ്രതികാര ദാഹത്തിലാണ് നിൽക്കുന്നത്. പിന്നീട് അവിടെ നേരെ അങ്ങോട്ട് പോയി മന്ദരാചലത്തിൽ തപസ്സനായിക്കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള തപസ്, കാലിൻ്റെ പെരുവിരൽ മാത്രം ഭൂമിയിൽ തൊട്ടുകൊണ്ടുള്ള തപസ്. എന്നിട്ടോ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി ദൃഷ്ടി സൂര്യനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് 4 ഭാഗത്തും അഗ്നി ജ്വലിപ്പിച്ച് സൂര്യൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് ദൃഷ്ടി കൊണ്ടുവന്ന വിധത്തിൽ ഇത്ര കഠിനമായിട്ടുള്ള തപസ് ബ്രഹ്മാവിനെ തപസ് ചെയ്യാം. അനവധി കാലം തപസ് ചെയ്തു. ഒടുക്കം ദേവന്മാർക്കും കൂടിയും ഈ ചൂട് സഹിക്കാൻ വയ്യ. ഹിരണ്യകശിപുവിൻ്റെ തപസ്സിൻ്റെ ചൂട് ദേവലോകം മുഴുവൻ വ്യാപിച്ചപ്പോഴാണ് ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ ചെന്ന് ശരണം പ്രാപിച്ചു. അങ്ങേ തപസ് ചെയ്യുന്നു ആ അസുരൻ, അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊന്നും ഇരിക്കപ്പുറത്തില്ലാതെ ആയിട്ടുണ്ട്. ബ്രഹ്മാവ് ശരി ചെല്ലാം നേരെ അരയന്നത്തിൻ്റെ പുറത്തൊക്കെ കയറി അവിടെ വന്നു. മന്ദരപർവ്വതത്തിൽ വന്നപ്പോഴുള്ള സ്ഥിതി എന്താ? അവിടെ ഒരു ചെതൽപ്പുറ്റ് മാത്രമേ ഉള്ളൂ. തൻ്റെ കമണ്ടലുവിലെ ജലം അങ്ങോട്ട് തളിച്ചതോടുകൂടി ആ ചെതൽപ്പുറ്റ് മാറി വജ്രസംഹനനോ യുവാം, ഉരുക്കുമുഷ്ടികളായിട്ട് അതിസുന്ദരനായിട്ട് തപ്തഹേമ, ആ കനലിൽ ചുട്ടെടുത്ത സ്വർണം പോലെ അങ്ങനെ തിളങ്ങുന്ന ശരീരകാന്തിയോടുകൂടി ഉരുക്കുമുഷ്ടികളോടുകൂടി ഹിരണ്യകശിപു അതെന്ന് അങ്ങോട്ട് ഉയർത്തെഴുന്നേറ്റു. കണ്ടത് നേരെ ബ്രഹ്മാവിനെ അതിഗംഭീരമായിട്ട് അങ്ങോട്ട് സ്തുതിച്ചു. സൃഷ്ടിസ്ഥിതികളുടെയൊക്കെ അധിപനായിട്ടുള്ള ഭാവത്തിലാണ് ബ്രഹ്മാവിനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് സന്തോഷമായി. എന്താ വരം വേണ്ടേ ചോദിച്ചു. ഉടൻ പറഞ്ഞു, എനിക്ക് മരണം ഉണ്ടാവരുത്. ബ്രഹ്മാവ് പറഞ്ഞു, അത് നടക്കില്ല. കാരണം ഈ വരം തരേണ്ട എനിക്ക് തന്നെ 100 വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ കാലാവധി കഴിഞ്ഞു. എനിക്ക് തന്നെ മരണമുണ്ട്. അപ്പോൾ ജനിച്ചാൽ മരിക്കുക എന്നുള്ളത് പ്രകൃതി നിയമം, അത് ആർക്കും വിരോധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വരം തരാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ചോദിച്ചോളൂ. പിന്നെ അവിടെ ഇരുന്ന് ആലോചിക്കുകയായി, എങ്ങനെയാ പനി മരിക്കാതിരിക്കുക, മരിക്കുക എങ്ങനെയാന്ന് ആദ്യം ആലോചിച്ചു. നമുക്ക് കുറേ കാരണങ്ങളില്ലേ മരിക്കാൻ, അല്ലേ? ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്, പനി വന്നിട്ട്, കോവിഡ് വന്ന്, അല്ലേ? നമ്മൾ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ചോദിക്കുക, എങ്ങനെയാ മരിച്ചെന്നിപ്പോൾ കാണിച്ചു തരാൻ പറ്റുമോ, അല്ലേ? അല്ലെങ്കിൽ എന്തിനാ മരിച്ചതെന്നൊക്കെ ചോദിച്ചാൽ അപ്പം എന്താ പറയുക? അല്ലെ, മരിക്കണത് എപ്പോഴാണ്? കർമ്മം കഴിഞ്ഞാൽ ജീവൻ അവിടെ ഉപേക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ മരിക്കുക അങ്ങനെയല്ല. മരിക്കണം വെച്ചാൽ ഒരു കാരണം വേണം. വെറുതെ ഒരാൾ മരിക്കുകയൊന്നുമില്ല, അല്ലേ? സമ്മതിക്കില്ല നമ്മളെ. എന്തെങ്കിലും കാരണം കൊണ്ടേ മരിക്കൂ എന്ന് ഉറപ്പിച്ച് കിടക്കണതാ. അതുകൊണ്ട് തന്നെ അത്ര ബുദ്ധിയുള്ളൂ ഹിരണ്യകശിപുവിന്. അവിടെ ഉറപ്പിച്ചു മരണത്തിൻ്റെ കാരണങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഇന്നും ശാസ്ത്രം അതിൻ്റെ പിന്നാലെ നടക്കണം കേട്ടോ, മരണത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ. ഇതുവരെ ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല, അനവധി കാലമായി. എന്തായാലും ഹിരണ്യകശിപു അവിടെ ഇരുന്ന് അങ്ങോട്ട് പിന്നെ പറയാൻ തുടങ്ങിയത്, പകല് കൊല്ലരുത്, രാത്രി കൊല്ലരുത്, സന്ധ്യയ്ക്ക് കൊല്ലരുത്, ഉച്ചയ്ക്ക് കൊല്ലരുത്, ആയുധം കൊണ്ട് കൊല്ലരുത്, ആയുധമില്ലാണ്ട് കൊല്ലരുത്, പുരുഷൻ കൊല്ലരുത്, സ്ത്രീ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി. ജീവനുള്ളത് കൊണ്ട് കൊല്ലരുത്, ജീവനില്ലാത്തതുകൊണ്ട് കൊല്ലരുത്, കൊല്ലണം ഏതേത് വിധത്തിലും മരിക്കരുത്. ബ്രഹ്മാവ് പറഞ്ഞു തഥാസ്തു 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 തഥാസ്തു, എല്ലാം കൂടി ഇപ്പം സമ്മതിച്ചു കൊടുത്തു. അങ്ങയുടെ സൃഷ്ടിയിൽ പെട്ട ഒന്നുകൊണ്ടും മരിക്കരുത്, തഥാസ്തു. ഇനിയിപ്പോൾ എല്ലാം ആയില്ലേ? ബ്രഹ്മാവിൻ്റെ താഴത്തേക്കല്ലേ മുഴുവുള്ളൂ. സമാധാനമായി. കാരണം മരണത്തിൻ്റെ സകലതും നിരോധിക്കൂ. ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല. അതോടുകൂടി ധൈര്യമായി. മരിക്കുന്ന ഉറപ്പുള്ള നമ്മൾ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ എന്തൊക്കെയാ കാണുന്നില്ലേ, അല്ലേ? മരിക്കുന്ന ഉറപ്പാ നമുക്ക്, എന്നിട്ടും നമ്മൾ കാട്ടിക്കൂട്ടണം എന്തൊക്കെയാ. അപ്പം മരിക്കില്ല എന്നൊക്കെ അങ്ങോട്ട് ഒരു ഉറപ്പ് കിട്ടിയുള്ള പിന്നെ പിടിച്ചാൽ കിട്ടുമോ? ഹിരണ്യകശിപുവിന് അതന്നെ ഉണ്ടായേ. പിന്നെ അങ്ങോട്ട് ലോകം കീഴടക്കാനായിക്കൊണ്ട് അങ്ങോട്ട് പോയി.
3 ലോകങ്ങളും ദേവേന്ദ്രനൊക്കെ ഇറങ്ങി ഓടിയ വഴിക്ക് പുല്ലന്നെ മുളച്ചിട്ടില്ല പറഞ്ഞ അത്ര. കാരണം എന്താ, ഈ ഹിരണ്യകശിപു വന്ന് വരണത് അത്ര ഗംഭീരനാണ്. 3 ലോകങ്ങളും കീഴടക്കി. പിന്നീട് അവിടെ ഹിരണ്യകശിപുവിൻ്റെ കരാളമായിട്ടുള്ള ഭരണം. ആദ്യം തന്നെ കൽപ്പന എന്താ, നാരായണ എന്നുള്ള നാമം ഇവിടെ കേൾക്കരുത്. അവിടെ ജനിച്ചാൽ മതിയായിരുന്നുല്ലേ. ഇത് ഇവരെ ഇടയ്ക്കിടയ്ക്ക് നാമം ചെല്ലാൻ കൂക്കി വിളിച്ചിട്ട് അവിടെ സുഖ. നാരായണ എന്ന് നാമം തന്നെ കേൾക്കരുത്. ഇനി ആർക്കെങ്കിലും നിർബന്ധമാണെന്ന് വെച്ചാൽ ഹിരണ്യായ നമ എന്ന് പറഞ്ഞോളൂ, എന്നാ വിരോധമില്ല. ഇതാണ് ആദ്യത്തെ കൽപ്പന. ഇങ്ങനെ അവിടുത്തെ രാജ്യത്ത് എന്താ, നിങ്ങൾക്ക് ആകെ കൂടി ഒരു ജന്മേ ഉള്ളൂ. അത് സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കുക, എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുക. ഇതാണ് ഹിരണ്യകശിപുവിൻ്റെ പോളിസി. നമ്മളിപ്പോഴും പറയാറില്ലേ, ഒറ്റ ജീവിതമേ ഉള്ളൂ. എന്താ പറയുക, അടിച്ചു പൊളിച്ച് അല്ലേ? അങ്ങനെ ആ പറയാൻ തന്നെ പാടില്ല എന്ന് ആചാര്യന്മാർ പറയും. ആ വാക്ക് പറയാൻ പാടില്ല അത്ര ഇങ്ങനെ ഒരു സഭയിലിരുന്നിട്ട്. കാരണം എന്താ, സഭ്യമായിട്ടുള്ള വാക്കല്ല അത്ര. നമ്മളതിന് പറയണ വാക്ക് അതല്ലേ, പറയണ പോലെ തന്നെ ആവണുണ്ടോ അല്ലേ, അടിച്ചു പൊളിക്കുന്നുണ്ട്. എന്ത്, ആ ജീവിതം തന്നെ തകർക്കണ ഭാഷയല്ലേ അത്. അടിച്ചു പൊളിക്കുക പറഞ്ഞ എന്താ, തകർക്കുക എന്നാ ഉള്ളതിനെ തകർക്കണുണ്ട്. ഹിരണ്യകശിപു എന്തായാലും ഇങ്ങനെയൊക്കെയാ. ആരൊക്കെ എന്ത് തരത്തിൽ സുഖിക്കണോ അതിനൊക്കെ സൗകര്യം രാജ്യത്തുണ്ട്. പക്ഷെ ഒരു നിബന്ധനയുള്ളൂ, എന്ത്, നാമം ചെല്ലരുത്, യാഗം ചെയ്യരുത്, പൂജിക്കരുത്, ഇങ്ങനത്തെ ഒരിടപാടിന് നിൽക്കരുത്. എന്നാ വലിയ സന്തോഷം. ഇങ്ങനെ ഹിരണ്യകശിപുവിൻ്റെ കരാള ഭരണം. ദേവന്മാരൊക്കെ വല്ലാതെ പൊറുതിമുട്ടി ഭഗവാനെ ചെന്ന് ആശ്രയിക്കണം. ഭഗവാൻ പറഞ്ഞു, ഒന്നും പരിഭ്രമിക്കണ്ട. എന്താണ്, ഇങ്ങനെ വേദങ്ങളോട്, പശുക്കളോട്, ബ്രാഹ്മണരോട് തുടങ്ങിയിട്ടുള്ളവരോടൊക്കെ അധർമ്മം കാണിക്കുന്നവൻ സ ആശുവിനശ്യതി. അവനൊരു സംശയമില്ല, അവൻ സ്വയമേവ നശിക്കും. ഇനിയിപ്പോൾ നശിച്ചിട്ടില്ലെങ്കിലോ അവൻ്റെ ഉണ്ണിയായിട്ട് ഭാഗവതോത്തമനായിട്ടുള്ള പ്രഹ്ലാദനും ജനിക്കും. ആ പ്രഹ്ലാദനോട് അക്രമം കാണിക്കാൻ തുടങ്ങുമ്പോൾ ഹനിഷ്യേ പിവരോർജിതം, ഇനി അവൻ എന്തൊക്കെ വരങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ അവനെ വധിക്കും. ഇത്രയും ഭഗവാൻ പറഞ്ഞപ്പോൾ പിന്നെ ദേവന്മാർക്ക് സമാധാനമായി. കാരണം എന്താ, ഇനിയിപ്പോൾ പ്രഹ്ലാദനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇവിടെ അതേ പ്രഹ്ലാദനെ ദേവന്മാർ നോക്കണ പോലെ ശിശുബ്രഹ്മർഷി നോക്കി. ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിൽ ജനിച്ച ഭാഗവതോത്തമൻ മകനായിട്ട് ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്ധോജിതേന്ദ്രിയം ആത്മവത് സർവഭൂതാനാം ഏക പ്രിയ സുഹൃത്തമാം. ഈ പ്രഹ്ലാദൻ എങ്ങനെയാ, 4-5 വയസ്സായിട്ടുള്ള ഉണ്ണിയും ബ്രഹ്മണ്യ, ആ ബ്രഹ്മജ്ഞാനം ജനിച്ചപ്പോൾ മുതൽ കൊണ്ടു നടക്കുന്ന ആള്. സത്യസന്ധ, ഈ ദൈവിക വിചാരത്തിൽ സത്യം മാത്രം കൊണ്ടു നടക്കുന്നവൻ. ശീലസമ്പന്ന, സ്വഭാവം എന്നും പറയാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്വഭാവം. എല്ലാവരും തന്നേക്കാൾ ഉയർന്നവരോടൊക്കെ ആ ബഹുമാനം കാണിച്ചുകൊണ്ട്, ഗുരുനാഥന്മാരെ ഈശ്വരനായിക്കൊണ്ട്, തൻ്റെ സമപ്രായക്കാരൊക്കെ സുഹൃത്തുക്കളായിക്കൊണ്ട്, തന്നിലും താണവരൊക്കെയോ തൻ്റെ അനുജന്മാരെ പോലെ ഇങ്ങനെ എല്ലാവരോടും ആരോടും വിദ്വേഷമില്ലാത്ത ഉത്തമ ഭക്തൻ്റെ സ്വഭാവം കുട്ടിക്കാലത്ത്. ഇതാണ് അത്ഭുതം ഉണ്ടായത്. ഈ 5 വയസ്സായിട്ടുള്ള ഉണ്ണിക്ക് ഇത്രയും ഭക്തിയും. ഇങ്ങനെ ആ ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിൽ പ്രഹ്ലാദൻ വളർന്നു വരുന്നു. എപ്പോഴും ഈ ഭഗവാനെ തന്നെ കണ്ടുകൊണ്ട്, ഒരു വ്യത്യാസമില്ല, ഏതവസ്ഥയിലും ഈ ഭഗവാൻ തന്നെ. അതുകൊണ്ടെന്താ, ക്വചിത് ദ്രുതതി വൈകുണ്ഠ ചിന്താശബളചേതനാം ക്വചിത് ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിത്. ഭഗവാനെ എന്നും കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട് നവേദ ജഗതീദൃശം, ഈ ലോകത്തിനെ ഇതുപോലൊന്നും കണ്ടില്ല എന്ന് വെച്ചാലോ, ലോകം തന്നെ കാണില്ല. ലോകം കാണുന്നത് ആരക്കാം, അനേന ലോക്യത്തെ ഇതി ലോകഃ, നമ്മൾ കാണാൻ തുടങ്ങിയാലാണ് ലോകം. എന്ന് വെച്ചാൽ ഞാൻ കാണാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് ലോകമുള്ളൂ. ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ശരീരത്തിലുള്ള അഭിമാനം, എൻ്റെ ശരീരം വെച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ലോകത്തിനെ കാണാൻ കഴിയുള്ളൂ. ഈ ഞാൻ എന്ന ഭാവം ഇല്ലാതെയാൽ ഇവിടെ ലോകം ഇല്ല. പിന്നെന്തേ ഉള്ളൂ, യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, എന്ത് കണ്ടാലും അതിൽ ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഈ പ്രഹ്ലാദന്
ഈ ലോകത്തെന്ന വേദ ജഗതീദൃശം, ഈ ഭാവത്തിലെ കണ്ടിട്ടില്ല. എല്ലാം ഭഗവാൻ തൻ്റെ കൂടെ കളിക്കുന്നു. ചെറിയ ഉണ്ണിയായിട്ടുള്ള പ്രഹ്ലാദൻ്റെ കൂടെ ഭഗവാൻ മറ്റൊരു ഉണ്ണിയായിട്ട് ഓടിക്കളിക്കുന്നു. ഇങ്ങനെ ഭഗവാൻ തൻ്റെ കൂടെ ഓടിക്കളിക്കുന്നു സമയത്ത് പ്രഹ്ലാദന് വലിയ ഉത്സാഹം. ഇടയ്ക്ക് കുറച്ചു നേരം ഭഗവാനെ കാണാതെയാവും. ആ സമയത്ത് വല്ലാത്ത ദുഃഖം വരും. പ്രഹ്ലാദൻ തന്നെ ഇരുന്ന് കരയാൻ തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും, ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കുക ചെയ്യുക. ഇങ്ങനെ പല പല ഭാവങ്ങൾ ഈ ഉണ്ണിയിൽ. ഇതൊക്കെ കണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ സംശയം, എന്താ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ, ഈ ഉണ്ണിക്ക് ഒരു ഗ്രഹബാധ ഉണ്ട് എന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ അങ്ങനെ പറയാറില്ലേ, ഗ്രഹബാധ. ഇവിടെ ഗ്രഹം ബാധിച്ചതന്നെ. ഏത് ഗ്രഹം? കൃഷ്ണഗ്രഹഗൃഹീതാത്മാ, കൃഷ്ണനാകുന്ന ഗ്രഹം പിടിച്ചതാ. എല്ലാ സമയത്തും ഈ ഭഗവാൻ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കണ ആ ഉണ്ണി, ആ കൃഷ്ണൻ പിടിച്ചതായിട്ടുള്ള ആ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ, അങ്ങനെ നടക്കണ ആ ഉണ്ണിയാണ്. ആ പ്രഹ്ലാദൻ ഇങ്ങനെ വളർന്നു വരണു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഹിരണ്യകശിപുവിന് തോന്നിയ ഉണ്ണിയെ സ്കൂളിൽ ചേർക്കാറായി അല്ലേ. കാരണം എന്താ, ഇതിങ്ങനെ തന്നെ ചെറുച്ചും ചാടിയും കളിച്ചും കൊണ്ട് നടക്കുക. അത് സുഖമില്ലാത്ത കുട്ടിയെ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. കാണുന്നവർക്ക് അതല്ലേ പറയുള്ളൂ അല്ലേ. ചിരിച്ചാൽ തന്നെ ആൾക്കാർ പറയും ആൾക്ക് എന്തോ സുഖമില്ലാന്ന് അല്ലേ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പാട്ടും പാടും, തന്നെ ഡാൻസ് കളിക്കും, ഇങ്ങനെ നടക്കണം ഉണ്ണി. അപ്പോൾ ഹിരണ്യകശിപു വിചാരിച്ചു ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ആദ്യം ഇങ്ങനെ വെറുതെ നടന്നിട്ടാ ഉണ്ണിയെ സ്കൂളിൽ കൊണ്ടേക്കാം. അവിടെ ആരാ ശുക്രാചാര്യരൊക്കെ പോയിരുന്നു. ഇയാൾ വരുന്നറിഞ്ഞപ്പോൾ തന്നെ, ഹിരണ്യകശിപുവിൻ്റെ ഭരണം തുടങ്ങിയപ്പോൾ തന്നെ ശുക്രാചാര്യമൊക്കെ, കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസം സിലബസൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്താ, ധർമ്മവും അർത്ഥവും മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടാ, നമ്മൾ പറയണ ധർമ്മമല്ല, അർത്ഥം ഉണ്ടാക്കാനുള്ള ധർമ്മം. അർത്ഥം എന്ന് പറഞ്ഞാൽ കാശ് എങ്ങനെ വെച്ചാൽ ഉണ്ടാക്കുക, എങ്ങനെ ഉണ്ടാക്കിയാലും വേണ്ടില്ല, ആരെ പറ്റിച്ചിട്ട് കാശ് ഉണ്ടാക്കിയാലും വിരോധമില്ല, കാശ് ബാങ്കിൽ ഉണ്ടാവണം, തന്നെ ഉള്ളൂ. ഇത് മാത്രം കുട്ടികളെ പഠിപ്പിച്ചാൽ മതി. നമ്മളിപ്പോൾ തന്നെയല്ലേ പഠിപ്പിച്ചു കൊടുക്കണ കുട്ടികളെ അല്ലേ. വേറെ എന്തെങ്കിലും മാറ്റമുണ്ടോ? നല്ലോണം പഠിച്ചോ, നല്ല ജോലി കിട്ടും, കുറെ കാശുണ്ടാവും, തന്നെയല്ലേ. ഹിരണ്യകശിപു അന്ന് കണ്ടിരുന്നു. നമ്മളിപ്പോഴും ഹിരണ്യകശിപുവിൻ്റെ സിലബസാണ് ഫോളോ ചെയ്യണേ. കേമല്ലേ അദ്ദേഹത്തിൻ്റെ സിലബസ്. വേറെ ഒന്നും വേണ്ട, ആരെ പറ്റിച്ചിട്ടാണെങ്കിൽ അതിനുള്ള ധർമ്മം, അല്ലാണ്ട് നമ്മൾ വേദം പറയണ ധർമ്മമല്ല. അപ്പം ഇത് രണ്ടും മാത്രമേ പഠിപ്പിക്കാവൂ എന്നാ സിലബസ്. ഇത് കേട്ടതോടെ ശുക്രാചാര്യർ മക്കളെ സ്കൂളിൻ്റെ ഭാരം ഏൽപ്പിച്ച് അവർ പോയി. ഷണ്ടൻ, അമരക്കൻ, 2 പേരാണ് അവിടുത്തെ മാഷന്മാർ. ഇവരുടെ അടുത്താണ് ഹിരണ്യകശിപു തൻ്റെ ഉണ്ണിയെ കൊണ്ടാക്കിയത്. നല്ലോണം പഠിപ്പിക്കണം കേട്ടോ. അവരിങ്ങനെ കിടുകിടേനെ വിറക്കിയ ഹിരണ്യകശിപുവിനെ കണ്ടിട്ടേ. ഇങ്ങനെ കുറച്ച് കാലമൊക്കെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഇവിടെ വന്നു കയാധു നന്നായിട്ട് കുളിപ്പിച്ച് നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് കണ്ണൊക്കെ എഴുതി സുന്ദരക്കുട്ടനായിട്ട്. അല്ലെങ്കിലേ ഈ ഉണ്ണിയെ കാണാൻ നല്ല കൗതുക. കാരണം എന്താ, കൃഷ്ണഗ്രഹഗൃഹീതാത്മാ, നല്ല കൗതുകമാണ് ഈ പ്രഹ്ലാദനെ കാണാൻ. കയാധു ഇങ്ങനെ അലങ്കരിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇടിച്ച് സുന്ദരക്കുട്ടനാക്കി സഭയിലേക്ക് അങ്ങോട്ട് കൊണ്ടുചെന്നു. സഭയിൽ അവിടെ അങ്ങനെ ഇരിക്കുന്നു സിംഹാസനത്തിൽ ഹിരണ്യകശിപു. ഉണ്ണിയെ കണ്ടതും വലിയ സ്നേഹമാണ്. തൻ്റെ ഉണ്ണിയെ വാരിയെടുത്തു, മടിയിൽ വെച്ചു, എന്നിട്ട് കുറച്ച് നേരമൊക്കെ കൊഞ്ചിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രഹ്ലാദാനുച്യതാം പപ്രച്ഛകഥ്യതാം വത്സാമന്യതേ സാധുയത് ഭവാൻ. അതേ ഉണ്ണി, പ്രഹ്ലാദ, നീ സ്കൂളിലൊക്കെ പോയില്ലേ? പോയി. എന്താ പഠിച്ചേ? കുറേ പഠിച്ചു വെച്ചാ. അതിലേറ്റവും നല്ലതെന്താ തോന്നിയ ഉണ്ണിക്ക്? എന്തൊക്കെയാ പഠിപ്പിച്ച് ഒന്ന് പറയൂ. ഉടൻ പറഞ്ഞു, തത്സാധുമന്യേ സുരവര്യദേഹിനാം. അസുരവര്യ എന്നൊക്കെയാ വിളിച്ച്. ഭയങ്കര സന്തോഷമായിട്ടോ. എന്താ, കുട്ടിയുടെ ഭാഷയൊക്കെ മാറി സ്കൂളിൽ പോയപ്പോഴേക്ക് അച്ഛന്നൊന്നല്ല, അസുരശ്രേഷ്ഠ എന്നൊക്കെ എന്നെ വിളിക്കണേ. സന്തോഷമായി. എന്താ അവിടെ നിന്ന് പഠിച്ച്? അതേ, നമ്മുടെ ഈ വീടില്ലേ, അത് പൊട്ടക്കിണറാ. പൊട്ടക്കിണറോ? നമ്മുടെ ഈ വീടച്ച പൊട്ടക്കിണർ. അഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യത് ഹരിമാശ്രയേത. നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ട അറിയോ? ഈ പൊട്ടക്കിണറായിട്ടുള്ള ഈ വീടൊക്കെ ഉപേക്ഷിച്ച് കാട്ടിൽ പോയിട്ട് ഹരിയെ ഭജിച്ചുകൊണ്ടിരിക്കുക.
മഹേന്ദ്ര ഭവനത്തിനെ തോൽപ്പിക്കണ കൊട്ടാര ഹിരണ്യകശിപുവിൻ്റെ. ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിനേക്കാൾ കേമായിട്ടാണ് കൊട്ടാരത്തിനെ ശിശു ബ്രഹ്മർഷി വർണ്ണിച്ചെന്നത്. അങ്ങനെയുള്ള വീടിനെ നോക്കിയിട്ട് പറയാം നമ്മുടെ വീട് പൊട്ടക്കിണറാന്ന്. പക്ഷെ ദേഷ്യമൊന്നും വന്നില്ല, ഉറക്കെ അങ്ങോട്ട് ചിരിച്ചു. എന്ത്, ചെറിയ കുട്ടികൾ വലിയ വർത്താനം പറയാം, ഇതാ കൊണ്ടേക്കോളൂ. ഗുരുനാഥന്മാരോട് പറഞ്ഞു, ഇതങ്ങനെ ആ താടിക്കാരൊക്കെ അധികം നടക്കുന്നുണ്ടാവും കേട്ടോ, അവരെന്തെങ്കിലും കുട്ടിയെ കണ്ടിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പഠിപ്പിക്കും, അതിനൊന്നും നോക്കരുത്, നിങ്ങൾ പഠിപ്പിച്ചാൽ മതി, മനസ്സിരുത്തണം. രണ്ടാള് ഷണ്ടനും അമരക്കനും വിറച്ച് കൊണ്ട് പ്രഹ്ലാദിനെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് അവർക്ക് ആ ദേഷ്യം മുഴുവൻ അവിടെ ആനീയതാം അരേവേത്രം അസ്മാകം മയശസ്കരാം, കൊണ്ടുപോവാ ചൂരലെ പറഞ്ഞു മറ്റൊരു ശിഷ്യന്മാരോട്. എന്ത്, അസ്മാകം മയശസ്കര, നമുക്ക് ചീത്തപ്പേരുണ്ടാക്കാനാ ഉണ്ടായിണ്. ദൈതേയ ചന്ദനവനെ ജാതോയം കണ്ടഗദ്രുമ, നമ്മൾ അസുരന്മാരാകുന്ന ചന്ദനവൃക്ഷങ്ങളുടെ ഇടയിൽ ഇതൊരു മുള്ളുമുരുക്ക, ഇതിനെ ഇവിടെ വെക്കാൻ പറ്റില്ല, ഇനി ഇതിനെ നേരേക്കിയിട്ടേ ഉള്ളൂ പണി. ചൂരൽ കൊണ്ടുവന്നു എന്നിട്ടോ അടിക്കുക, പരസ്പരം അടിയോടടി. പക്ഷെ അടി എവിടെയാ കൊള്ളണേ? ഷണ്ടനടിച്ചാ അമർക്കനെ കൊള്ളും, അമർക്കനടിച്ചാ ഇവര് ഉണ്ണിക്ക് ഇതൊന്നും കൊള്ളണില്ല. പ്രഹ്ലാദൻ ഇതിന്റെ നടുവിൽ നിൽക്കുക, രണ്ടാളും പരസ്പരം അടി കൊള്ളുക. അടി കൊണ്ട് മതിയപ്പോ പിന്നെ നേരെയൊക്കെ നിർത്തി. എന്താ പ്രഹ്ലാദ നീ ഇങ്ങനെ ഞങ്ങളെ അടി കൊള്ളിക്കണോ? ഞാനല്ലല്ലോ, നിങ്ങളെന്തിനാ അടിച്ച് അങ്ങോട്ടും ഇല്ലേ? നീ എന്താ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയണത്? ഞങ്ങൾ പറഞ്ഞു തരണമെന്ന് നിനക്ക് മനസ്സിലാവണില്ലേ? ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതുള്ളു കയറാതെ പ്രഹ്ലാദ മനസ്സിലാതാവിയ ചെയ്യി പറയണത്. കാരണം എന്താ, ഇതം അഭദ്രായ. പ്രഹ്ലാദ ഇവര് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും എന്ത്, ഇതം അഭദ്രായ, അതെനിക്ക് വേണ്ടതല്ല. എന്താ ഈ പഠിപ്പിക്കണത് മുഴുവൻ കാശുണ്ടാക്കണ കാര്യമുള്ളൂ, കാശുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് പ്രഹ്ലാദന് ആദ്യ ബോധ്യമുണ്ട്. ഈ കാശും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റണില്ല, അപ്പം എനിക്ക് വേണ്ടതല്ല. ഇവിടെ വിദ്യാഭ്യാസമൊക്കെ വീണ്ടും തുടങ്ങി, കുറച്ച് കാലമൊക്കെ പഠിപ്പിച്ചു, ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും കൊണ്ടുപോയി കൊടുത്തു. കയാസ് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഹിരണ്യകശിപുവിൻ്റെ മടിയിൽ കൊണ്ടുപോയി കൊടുത്തു. സന്തോഷമായി, വാരിയെടുത്തു. ഉണ്ണി ഇപ്പം സ്കൂളിലൊക്കെ പോയിട്ട് നേരെയില്ലേ? ഉവ്വച്ചാ. എന്നാ പഠിച്ചതിൽ ഏറ്റവും ഏറ്റവും നല്ലത് അന്നത്തെ വീട്ടിത്തൊന്നും പറയരുത് കേട്ടോ, നമ്മുടെ വീട് പൊട്ടക്കിണറാന്നൊന്നും പറയരുതേ. പഠിച്ചതിൽ നല്ല കാര്യം മാത്രം പറഞ്ഞാൽ മതി. അച്ഛൻ പറഞ്ഞത് ശരിയാ, അന്ന് ഞാൻ പറഞ്ഞത് പൊട്ടത്തരാ, ബോധ്യായില്ലേ? ഇതാണ് സ്കൂളിൽ പോയി 4 അക്ഷരം പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അന്ന് നീ പറഞ്ഞത് വിഡ്ഢിത്താർന്നു. ഉവ്വാച്ചാ എനിക്ക് മനസ്സിലായി. നമ്മൾ ഈ വീട് വിട്ട് കാട്ടുപൂവൊന്നല്ല വേണ്ടേ. തന്നെ ഞാൻ പറഞ്ഞ് കണ്ടു, സ്കൂളിൽ പോയപ്പോൾ മാറ്റമൊക്കെ വരുന്നുണ്ട് ഉണ്ണിക്ക്. എന്നിട്ട് ആയിക്കോട്ടെ, എന്താ പഠിച്ചേ? അതെ, നമുക്ക് ഇവിടെ ഇങ്ങനെ കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവണം, ശ്രവണം. അതിന് അതിപ്പോ ധാരാളം ഉണ്ടല്ലോ ഉണ്ണി, ഇടയ്ക്ക് നടക്കുന്നുണ്ട്. എന്ത്, ഹിരണ്യകശിപു സപ്താഹം എല്ലാ ദിക്കിലും ഉണ്ട്. എൻ്റെ കഥകൾ ഇങ്ങനെ ആൾക്കാർ സപ്താഹമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതിനുള്ള സൗകര്യം നാട്ടിൽ മുഴുവൻ ഉണ്ട്. എന്താ, കീർത്തനം പാടാനുള്ള സൗകര്യം ഉണ്ടാവണം, ഇങ്ങനെ വർണ്ണിച്ച് പാടാം. അതിന് ആൾക്കാരെ ശിയുണ്ട്, സൂതരും ആഗധരും എത്രയാ പോണേ ഉണ്ണിക്ക് നിശ്ചയുണ്ടോ? അവരെൻ്റെ വീരകഥകൾ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കണ്ട. ഈ പറഞ്ഞത് രണ്ടുമുണ്ട്. പിന്നെയോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ പറഞ്ഞതൊന്നിക്ക് മനസ്സിലായില്ല. എന്താ ഇപ്പം ഇതൊന്നിച്ചൊക്കെ കൂടി പറഞ്ഞേ? ഇതൊക്കെ ഇപ്പം ആരെ എന്ത് ചെയ്യണം എന്നാ അപ്പം നീ പറയണത്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവന. വിഷ്ണു എന്നുള്ളൊരു വാക്കങ്ങോട്ട് കേട്ടതോടുകൂടി അങ്ങോട്ട് പിന്നെ സഹിക്കുകയാണ്ടേ. കള്ളൻ ഇത്ര നേരം പറഞ്ഞത് ഈ കേൾക്കണം പറയണം എന്നൊക്കെ പറഞ്ഞ ആ കള്ളം വിഷ്ണുവിനെയാണോ? നേരെ ഇട്ടില്ല. അപ്പം ഇവനെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ശിക്ഷിച്ചാൽ എന്താ ചെയ്തോളാൻ പറഞ്ഞു. ദേഷ്യം അങ്ങോട്ട് വന്ന് തൻ്റെ മടിയിൽ നിന്നെടുത്ത് ആ ഉണ്ണിയെ വലിച്ചൊരേറാണ് ആ മട്ടുപ്പാവിൻ്റെ മോളിന്ന്. അതോടുകൂടി കഴിഞ്ഞു എന്നെല്ലാവരും ഉറപ്പിച്ചു. പക്ഷെ എന്താ, ത്രിവിക്രമഖേവതു വിശ്വരൂപാം. ആകാശത്തിൽ ഭഗവാൻ രക്ഷിക്കട്ടെ, ആ ഭഗവാന്റെ ആ കൈകളിൽ അങ്ങോട്ട് വന്ന് വീണ ആ ഉണ്ണി ഒരു പഞ്ഞിക്കെട്ട് വീഴുന്നത് പോലെ ആ താഴത്തേക്ക് വന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഹിരണ്യകശിപുവിലും ക്രോധം വല്ലാതെ സഹിക്കാൻ വയ്യ. ഇത് തീർന്നു എന്നാ വിചാരിച്ചേ. അതിനെ പിടിച്ചു നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്താച്ചാ ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് നേരെ നോക്കിയതാരെ
ചണ്ടാമർക്കന്മാരെ മാഷന്മാർ രണ്ടാളും അവിടെ ഉണ്ട്. നമത്പ്രണീതെന്ന പരപ്രണീത് രണ്ടാളും പറഞ്ഞു, അയ്യോ അയ്യോ ഞാനല്ല, ഞാൻ പറഞ്ഞിട്ടല്ല അവൻ ഇത് പറഞ്ഞ്, പിന്നെയോ ഇവൻ പറഞ്ഞിട്ടുമല്ല. നൈസർഗികീയം, ഇവൻ ജന്മന അങ്ങനെ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത പറയുന്നുണ്ട്, ഇവന് പറയണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചതല്ല. ആദ്യം തന്നെ പറഞ്ഞു തല പോവാതിരിക്കാൻ മാഷന്മാർ രണ്ടാളും കയ്യൂരി. ഉടനെ ഹിരണ്യകശിപു ഭടന്മാരെ ഏൽപ്പിച്ചു, ഏത് വിധത്തിലായാലും വേണ്ടില്ല ഇതിനെ കൊണ്ടേ കൊന്നോളാൻ പറഞ്ഞു. കാരണം എന്താ, ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് രോഗം ബാധിച്ചാൽ എന്താ ചെയ്യാം, അതങ്ങോട്ട് മുറിച്ചു കളയും, എന്നിട്ട് ബാക്കി ശരീരത്തിനെ രക്ഷിക്കും. ഇതുപോലെയാണ് നമ്മുടെ കുലത്തില് ഇവൻ നശിച്ചതാണ്. ഇങ്ങനെ നശിച്ചൊരു വിത്ത് ഇവിടെ ഉണ്ടായ ഈ കുലം നശിക്കും. അതുകൊണ്ട് ഇവനെ ഏത് വിധത്തിൽ വേണച്ചാൽ വധിച്ചോളാൻ പറഞ്ഞു. ഭടന്മാർക്ക് സംശയമൊന്നുമില്ല. പിന്നെ കൊണ്ടുപോകണു. മദയാനയുടെ കാലിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് ഉണ്ണിയായിട്ടുള്ള പ്രഹ്ലാദനെ ആന ചവിട്ടണുണ്ടോ? ആന ചവിട്ടാൻ നോക്കിയാൽ കാണാൻ എന്താ, സിംഹത്തിന്. മദയാന പോലും ഭയന്ന് ഓടാൻ തുടങ്ങി. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വലിച്ചെറിയണു, ജലത്തിൽ കല്ല് കെട്ടി താഴ്ത്തണു, വിഷം കൊടുക്കണു, ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിടണു. ഗരദാനൈരഭോജനൈ, പല പല വിധത്തിലുള്ള വധോപായങ്ങൾ ശ്രമിക്കണു. ഇതൊന്നും ഏൽക്കണില്ല. ഒടുക്കം സഹോദരിൻ്റെ സിംഹിക, ആ സിംഹികയുടെ മടിയിൽ, ഹോളികയുടെ മടിയിൽ കൊണ്ടുവരുത്തി. ഇത്ര അയമ്മയ്ക്ക് തീ പിടിക്കില്ല, അങ്ങനെ ഒരു കേമത്തുണ്ട്. എന്നാൽ ഒന്നിച്ച് രണ്ടാളെയും കൂടി കത്തിക്കാൻ നിരീക്ഷിച്ചിട്ട് ആ മടിയിൽ കസേരയിലൊക്കെ ഇരുത്തി മടിയിൽ ഉണ്ണിയെ കൊണ്ടുവരുത്തി തീ കത്തിച്ചു. തീയൊക്കെ കെട്ട് നോക്കിയപ്പോൾ എന്താ, പ്രഹ്ലാദൻ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കേണ്ടത്. തീ പിടിക്കാത്ത അയമ്മ ഹോളിക കത്തിപ്പോയി. ഇത്രേ അതിൻ്റെ ഓർമ്മയ്ക്ക് ആ ഹോളി ആഘോഷിക്കണം ഇപ്പോൾ എന്നൊക്കെ പറയും. എന്തായാലും ഇങ്ങനെ ഏതേത് വിധത്തിലുള്ള വധോപായങ്ങളും പ്രഹ്ലാദനോട് പറ്റണില്ല. ഇതറിഞ്ഞതായിട്ടുള്ള ഹിരണ്യകശിപു ക്രോധം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത അവസ്ഥ. ഈ ഹിരണ്യകശിപുവിൻ്റെ ക്രോധം കണ്ട ചണ്ടാമർക്കന്മാർ ഭയന്ന് വരച്ചുകൊണ്ട് ഹിരണ്യകശിപുവിനോട് പറഞ്ഞു, അങ്ങിത്ര ഭയക്കും പരിഭ്രമിക്കൊന്നും വേണ്ട. ഇത് ചെറിയൊരു ഉണ്ണിയല്ലേ, അങ്ങയുടെ ഒരു പുരികക്കൊടി വരച്ചാൽ 3 ലോകങ്ങളും വരയ്ക്കും. അങ്ങനെയുള്ള അങ്ങ് ഈ ചെറിയ ഉണ്ണിയുടെ മുന്നിൽ ഭയപ്പെടണ്ട, ഇവനെ ഞങ്ങൾ കൊണ്ടുപോവാം. യാവത് ഗുരുർ ഭാർഗവ ആഗമിഷ്യതി, ഞങ്ങളുടെ അച്ഛനായിട്ടുള്ള ശുക്രാചാര്യർ വരുന്നവരെ ഇവനെ ഞങ്ങൾ തടവിലാക്കിക്കൊള്ളാം. അങ്ങ് ഇത്ര ചെറിയൊരു ഉണ്ണിയോട് പരാജയം ശ്രമിക്കാൻ പോണ്ട, അത് തരക്കടില്ല എന്ന് ഹിരണ്യകശിപുവിനും തോന്നി. ഉടനെ ആ പ്രഹ്ലാദനെ വരുണപാശത്തിൽ ബന്ധിച്ചുകൊണ്ട് അവിടെ ഇട്ടിട്ടാ പോയത്. ഇങ്ങനെ പ്രഹ്ലാദൻ ആ വരുണപാശത്തിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് അവിടെ കിടക്കണു. ഈ സന്ദർഭത്തിലാണ് മറ്റ് അസുര ബാലന്മാർ അവരിതൊക്കെ കാണുന്നുണ്ട്. അവർക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നു. അവർ പ്രഹ്ലാദൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് പ്രഹ്ലാദ, എന്തിനാ നീ ഇങ്ങനെ അച്ഛൻ്റെ അടി കൊള്ളണ്? നിനക്ക് അച്ഛൻ പറഞ്ഞത് കേട്ടാ പോരെ അല്ലേ? നീ ചെറിയ കുട്ടിയല്ലേ, ഇപ്പൊ തന്നെ വെറുതെ നീ ഭഗവാൻ ഭഗവാൻ എന്നൊക്കെ പറയണ സാധനം എന്താ, ഇതിനെ ഭജിക്കണം എന്നൊക്കെ പറയണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ പറയണോ? ഒന്നാമതിന് ഇപ്പൊ അങ്ങനെ വല്ല ഭജനോ വേണച്ചാൽ തന്നെ എന്താ, ഷഷ്ടിപൂർത്തിയൊക്കെ കഴിഞ്ഞിട്ട് പോരെ അല്ലേ? സാധാരണ അങ്ങനെയൊക്കെ അല്ലേ കാണാറും. വയസ്സായിട്ട് ഒന്നിനും പറ്റാണ്ട് അയ്യാലാണ് നാമം ചെല്ലാൻ ഉത്സാഹിക്കുക, അപ്പോട്ട് ചെല്ലാനും പറ്റില്ല അല്ലേ? ഇങ്ങനെയാണ് കാണാറ്. അപ്പൊ പോരെ എൻ്റെ പ്രഹ്ലാദ. പിന്നെ നമ്മളൊക്കെ ആരാ, അസുരന്മാര്. നമ്മളെ പോലുള്ള അസുരന്മാരൊക്കെ നീ ഭഗവാനെ ഭജിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ആ അസുരബാലന്മാര് ഓരോരോ സംശയങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നു. അപ്പൊ പ്രഹ്ലാദന് ഉത്സാഹമായി. ഉടനെ അതിന് മറുപടി കൊടുത്തു, കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹാം ദുർലഭം മാനുഷം ജന്മാം തദപ്യധ്രുവമർത്ഥദം. ഇവിടെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഭഗവാനെ ഭജിക്കുക എന്നുള്ളത് വയസ്സായിട്ട് ചെയ്യേണ്ട ഒരു ക്രമമൊന്നുമല്ല. പിന്നെ കൗമാരേ ആചരേത്, അറിവുള്ളവരെന്ത് ചെയ്യും? കൗമാരകാലത്ത് തന്നെ ഭജനം തുടങ്ങും. ആ മാരൻ്റെ ബാണമേൽക്കാത്ത കൗമാരക്കാലത്ത് ഭഗവാനെ ഭജിച്ച് തുടങ്ങണം. കാരണം എന്താ, ഇതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഈ ഭജനത്തിന് പറ്റാത്ത സന്ദർഭങ്ങളാ. പ്രഹ്ലാദൻ പറഞ്ഞു, 100 വയസ്സാണ് നമുക്ക് ആയുസ് നിരീക്കുക, അതിൽ പകുതി കാലം ഉറങ്ങിപ്പോവും അല്ലേ? 50 വർഷം ഉറങ്ങിക്കഴിഞ്ഞു. ആദ്യത്തെ 20 കൊല്ലം അന്തവും കുന്തവും ഇല്ലാണ്ട്, എന്തിനാ നിശ്ചയില്ലാണ്ട് അതിന്തിയും കുറെ ഓടിയിട്ട് കഴിഞ്ഞു. അവസാനത്തെ 20 കൊല്ലം
കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല അല്ലേ. എവിടെയെങ്കിലും പോയിരുന്നാൽ അവിടെ നിന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങും. പറഞ്ഞത് എന്താണെന്നും മനസ്സിലാവില്ല. അവരിങ്ങോട്ട് പറഞ്ഞാൽ മറ്റുള്ളവർക്കും മനസ്സിലാവില്ല അല്ലേ. ഇങ്ങനെയുള്ള അവസാനത്തെ അപ്പോൾ 50, 40, 90 വർഷം കഴിഞ്ഞു. എപ്പോൾ 100 വയസ്സിലേ പിന്നെ ആകെ കൂടിയുള്ളൊരു 10 കൊല്ലമുണ്ട്. എപ്പോൾ യൗവനകാലത്തുള്ള 10 വർഷം. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് വിവാഹം കഴിക്കണം, സന്തതികൾ ഉണ്ടാവണം അല്ലേ, കുടുംബം നോക്കലും ഇതിന് സമ്പാദിക്കാൻ നടക്കലാണ് നമ്മൾ. ഇങ്ങനെയുള്ള മനുഷ്യൻ എപ്പോഴാ പിന്നെ ഭഗവാനെ ഭജിക്കുക? കഥം പ്രിയായ അനുകമ്പിതായ സംഗം രഹസ്യം രുചിരാംശ്ച മന്ത്രാൻ സുഹൃത്സു ച സ്നേഹസിത ശിശൂനാം കളാക്ഷരാണാമനുരക്ത ചിത്താം അല്ലേ. ഭാര്യ മക്കളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ പിന്നെ ആരെങ്കിലും സപ്താഹത്തിന് പോവോ അല്ലേ? വിവാഹം കഴിഞ്ഞു, നാളെ ഒരു സപ്താഹത്തിന് അവിടെ പോയിരിക്കുക, പോവോ? വല്ല ഹണിമൂണിനും പോവുക എന്നല്ലാണ്ട് അമ്പലത്തിൽ പോയിരിക്കുക അല്ലെങ്കിൽ തന്നെ വരില്ല. വിവാഹം കഴിയോളം ചിലപ്പോൾ 5-ാമത്തെ ദിവസം വരും അല്ലേ പുടവ പൂജിക്കാൻ. പിന്നെ 6-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം വരും സന്താനഗോപാലം കേൾക്കാൻ അല്ലേ. അത് കുറേ കാലം കഴിഞ്ഞാലേ വരുള്ളൂ. അല്ലാണ്ട് ആരെങ്കിലും അമ്പലത്തേക്ക് കിടക്കുക അതൊന്നും ചെയ്യും. പ്രഹ്ലാദൻ പറയാ, ഈ യൗവനത്തില് കുതിരയെ പോലെ അങ്ങനെ ഓടി നടക്കുന്ന പ്രായത്തിൽ ആരെങ്കിലും ഭഗവാന്റെ പിന്നാലെ പോവും? എന്നിട്ട് ഒന്നിനും പറ്റാത്ത ഈ കാലത്ത് ഈ ഭഗവാനെ ഭജിക്കാൻ നിന്നിട്ട് എന്ത് ഗുണമുണ്ട്? അതുകൊണ്ട് കൗമാരാചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹം. ഈ ഭഗവാൻ എത്ര കാരുണികനാണെന്ന് നിങ്ങൾക്കറിയില്ല. ഒരിക്കൽ ഈ ഭഗവാന്റെ നാമം ജപിച്ചാൽ തന്നെ സകല സൗഭാഗ്യങ്ങളും തരുന്നതായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന് 4 ദ്വിജത്വം, ദേവത്വം, ഋഷിത്വം, വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യാം. ഈ ഭഗവാന് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ മനുഷ്യനെന്നോ മൃഗമെന്നോ പശുവെന്നോ പക്ഷി ഇതൊന്നും വ്യത്യാസമില്ല. പിന്നെ പ്രിയതേ അമലയാ ഭക്തിയാ ഹരിരന്യദ്വിഡംബനം. ഈ ഭഗവാൻ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? അമലമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ഭക്തി, ഒന്നും ആഗ്രഹിക്കാതെ ഈ ഭഗവാനെ നമ്മൾ ആശ്രയിച്ചു തുടങ്ങിയാൽ ആ ഭഗവാന്റെ അനുഗ്രഹം അതെല്ലാ വിധത്തിലും കിട്ടും. പിന്നെ നമുക്ക് നമ്മളെ തിരിഞ്ഞു നോക്കണ്ട. ഇതാ പ്രഹ്ലാദൻ പറഞ്ഞത്. എന്താ? നമ്മളൊരിക്കൽ ഭഗവാനെ ഒരു തവണ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു കാര്യവും നമ്മൾ നടത്തണ്ട, ഭഗവാൻ നടത്തിക്കോളും. എന്താ തെളിവ്? നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഇത്ര കാലം എൻ്റെ അച്ഛൻ എന്നോട് എന്തൊക്കെ അക്രമങ്ങൾ ചെയ്തു? എന്തെങ്കിലും ഒന്ന് എന്നെ ബാധിച്ചോ? ഇതാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തു അതിനെ എതിർക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതെന്താ? ഇതാണ് ഭഗവാന്റെ സ്വഭാവം. ഒരിക്കൽ ഭഗവാനെ ആശ്രയിച്ചാൽ ഈ ഭഗവാൻ നമ്മളെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് നടക്കുന്നതാണ്. അത്ര കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ്. ആ ഭഗവാന്റെ തത്വങ്ങളെ ഒക്കെ പ്രഹ്ലാദൻ അവിടെ വർണ്ണിച്ചു കൊടുക്കണു. ഇതൊക്കെ കേട്ടപ്പോഴാണ് അസുരബാലന്മാർക്ക് സംശയം. അല്ല പ്രഹ്ലാദ, ഞാനും നീയും ഞങ്ങളൊക്കെ ഒരു സ്കൂളിൽ തന്നെയല്ലേ ഇരുന്ന് പഠിച്ചേർന്ന്, എന്നിട്ട് നമ്മുടെ മാഷന്മാർ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ, പിന്നെ നീ ഇത് എവിടുന്നാ പഠിച്ചേ? അതോ പണ്ട് എൻ്റെ അച്ഛൻ തപസ്സിന് പോയി മന്ദരപർവ്വതത്തില്. അന്ന് അച്ഛൻ മന്ദരപർവ്വതത്തിൽ തപസ്സിന് പോയ കാലത്ത് എൻ്റെ അമ്മയുടെ ഗർഭത്തിലാണ് ഞാൻ അന്ന് എന്നെ ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. ആ സന്ദർഭത്തിൽ അച്ഛൻ തപസ്സിന് പോയത്. എൻ്റെ അമ്മയ്ക്ക് അച്ഛനൊരു വരം കൊടുത്തിരുന്നു, ഇച്ഛാപ്രസൂതിയായിട്ട്. അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് പ്രസവിച്ചാൽ മതി എന്നുള്ള വരം കൊടുത്തുകൊണ്ടാണ് അച്ഛൻ പോയത്. അങ്ങനെയുള്ള ആ അച്ഛൻ തപസ്സിന് പോയി എന്നറിഞ്ഞതോടുകൂടി ദേവേന്ദ്രൻ ദേവസൈന്യവുമായിട്ട് അസുരപ്പടയെ വധിക്കാൻ പുറപ്പെട്ടു. കാരണം ഹിരണ്യകശിപുവിൻ്റെ ഉദ്രവം നല്ലോണം നിശ്ചയുള്ളതുകൊണ്ട് ഇപ്പം ഹിരണ്യകശിപു അവിടെ ഇല്ലാത്ത സമയമാണ്. വേഗം യുദ്ധം ചെയ്ത അസുരന്മാരെ തോൽപ്പിക്കാമെന്ന് വെച്ചിട്ട് ആ ദേവേന്ദ്രൻ സൈന്യവുമായിട്ട് വന്നത്. അങ്ങനെ അനവധി അസുരന്മാരെ വധിച്ചു. ഒടുവിൽ എൻ്റെ അമ്മയെ പിടിച്ച് വധിക്കാൻ പുറപ്പെട്ടതാണ് ആ ദേവേന്ദ്രൻ. ആ സന്ദർഭത്തിലാണ് നാരദ മഹർഷി വന്നത്. ആ നാരദ മഹർഷി ദേവേന്ദ്രനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദേവേന്ദ്ര, ഈ അധർമ്മം ചെയ്യണ്ട, ഈ ഉണ്ണിയെ വധിക്കാൻ നിനക്ക് സാധിക്കില്ല. അയം നിഷ്കൽബിഷ സാക്ഷാൽ. ഇത് ഭാഗവതോത്തമനായിട്ടുള്ള ഉണ്ണിയാണ്. ആ ഗർഭത്തില്, കയാധുവിന്റെ ഗർഭത്തില്.
നിനക്കൊന്നും വധിക്കാൻ സാധിക്കില്ല എന്ന് നാരദ മഹർഷി പറഞ്ഞു കേട്ടതോടുകൂടി ദേവേന്ദ്രൻ ആ വധം ഉപേക്ഷിച്ചു, എൻ്റെ അമ്മ വിട്ടു. എന്നിട്ടോ ഞാൻ ഇരിക്കുന്ന ആ അമ്മയോടുകൂടെ ദേവേന്ദ്രൻ നമസ്കരിച്ചിട്ടാണ് പോയത്. പിന്നീട് എൻ്റെ അമ്മയെ നാരദ മഹർഷിയുടെ ആശ്രമത്തിലാണ് കൊണ്ടുപോയത്. അവിടെ ഇരുന്ന് ആ നാരദ മഹർഷി പറഞ്ഞു തന്നതായിട്ടുള്ള ആ ഭാഗവതം, അതാണ് ഇപ്പം ഞാൻ ധരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് എൻ്റെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്ത നാരദ മഹർഷി അമ്മയ്ക്ക് ഉപദേശിച്ചൊന്നുമല്ല, പ്രഹ്ലാദൻ എന്നെ ഉപദേശിച്ചേ. കാരണം എന്താ, നാരദ മഹർഷി പല പരീക്ഷണങ്ങളും നോക്കിയായിരുന്നേ, പലരെയും ഉപദേശിച്ച് നേരേക്കാൻ നോക്കി. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും കുറച്ച് കഴിഞ്ഞാൽ അവർ പിന്നെയും തലതിരിച്ചു പോകും ഇല്ലേ. ധ്രുവനൊക്കെ 4-5 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷനാക്കി നാരദ ഉപദേശിച്ചിട്ട് പിന്നെയും ക്രോധം വന്നു. എന്താ, എൻ്റെ അനുജനെ യക്ഷന്മാർ വധിച്ചു എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് പുറപ്പെട്ട ആളാ. അപ്പം പിന്നെ നാരദന് തീർച്ച ഈ ചെറിയ കുട്ടികളെ പിടിച്ചാൽ നേരെയാവുന്ന വിചാരിച്ച് അതും ആവണില്ല. ഇവിടെ വന്നാൽ തല തിരിഞ്ഞു പോവേ. അപ്പം ഇനി ഇവിടെ വരണേന് മുമ്പ് പിടിക്കണം തീർച്ചയ്ക്ക്. അങ്ങനെയാണ് കയാധുവിൻ്റെ ഗർഭത്തിലുള്ള ഉണ്ണിയെ ഉദ്ദേശിച്ചുകൊണ്ട് ആ നാരദ മഹർഷി ഈ ഭാഗവത തത്വം മുഴുവൻ അന്ന് ഉപദേശിച്ചു. അന്ന് അമ്മയുടെ ഗർഭത്തിൽ കിടന്നിട്ടാണ് ഞാൻ ഇത് കേട്ടത്. ആ ഭാഗവതമാണ് ഇന്ന് എന്നെ കൊണ്ട് നടത്തുന്നത്. ഇവിടെ നമുക്കും ബോധ്യമാവും, ഇന്ന് ശാസ്ത്രവും സമ്മതിച്ചിട്ടുള്ളതാണ് അല്ലേ. ഗർഭസ്ഥ ശിശുവിന് അമ്മയുടെ ഭാവങ്ങൾ എന്തൊക്കെയാണോ ഗർഭകാലത്ത്, അത് മുഴുവൻ ആ ശിശുവിനെ ബാധിക്കുന്ന ശാസ്ത്രം പറയണു. നമുക്ക് പണ്ടന്നെ നമ്മുടെ ഇതിൽ പറയണു. അതുകൊണ്ട് ആ ഭാഗവതം കേൾക്കാൻ ബുദ്ധി വേണ്ട. ഭാഗവതത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നാൽ മതി. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുവന്നിരുത്താൻ പറയണം. അവർ ശ്രദ്ധിച്ചോ കേട്ടോ ഇല്ല, ഇതൊന്നും വിഷയമല്ല. അവരോടി കളിക്കാവും. അല്ലെങ്കിൽ ഇപ്പോൾ വലിയൊരു ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലേ. നാട്ടിലെ ബാക്കി പരദൂഷണം ഇവിടെ സമാധാനമായിട്ട് പറയാച്ച് പോകുന്നല്ലാണ്ടല്ലേ. വലിയവരെന്നെ ഇവിടെ അല്ല കേട്ടോ, ചില നാട്ടിലത്തെ കാര്യം പറയാ, ചിലക്കിലൊക്കെ അങ്ങനെയാ. അല്ല, ഇവിടത്തെ കാര്യമല്ല, അവിടെ ഇങ്ങനെയല്ലേ. വലിയവർ വന്നിരുന്നാലും അങ്ങനെ വർത്താനം പറയും. പിന്നെ ഇപ്പം എന്തിനാ കുട്ടികളെ പറയണേ? കുട്ടികളല്ല, ആ കേൾക്കുന്ന ജീവൻ അത് പിടിച്ചോളും. ഇതും ഇതുപോലെ എത്രയോ വർഷങ്ങളായിട്ട് ഭാഗവതത്തിലുള്ള പലവരും പരീക്ഷിച്ചതാണ്. ഗർഭകാലത്ത് ഭാഗവതം കേട്ടതായിട്ടുള്ള, അങ്ങനെ ആ ഭാഗവതം കേട്ട കുട്ടികൾ മറ്റു കുട്ടികളിൽ നിന്ന് നല്ല വ്യത്യാസമാണ്, ഒരു സംശയമില്ല. അങ്ങനെയുള്ളവർ ഇന്ന് ജീവിച്ചിരിക്കേണ്ട കുട്ടികളുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഇത് തന്നെയാണ് ഇവിടെ പ്രഹ്ലാദനം പറഞ്ഞ, അന്ന് എൻ്റെ അമ്മയ്ക്ക് ഉപദേശിച്ചതായിട്ടുള്ള ഭാഗവതം ഞാൻ മുഴുവൻ കേട്ട് പഠിച്ചു. അങ്ങനെയുള്ള ആ ഭാഗവതാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഏത്? ആ ഭഗവാനെ കുറിച്ച്. ഇത്ര കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ, ഒരിക്കൽ നിങ്ങൾ നാമം ചൊല്ലിയാൽ മതി. പിന്നെ പ്രഹ്ലാദൻ പറഞ്ഞത് എവിടുന്നാ? പുസ്തകം മുമ്പിൽ വെച്ചിട്ടല്ല, അവനവൻ്റെ ജീവിത പറഞ്ഞു കൊടുക്കണ. ഉദാഹരണം എന്താ? നിങ്ങൾ എന്നെ നോക്കൂ. എൻ്റെ അച്ഛൻ എന്നോട് എന്തൊക്കെ ക്രൂരത ചെയ്തു, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇത് തന്നെയാ ഭഗവാന്റെ കാരുണ്യം. അതുകൊണ്ട് നാമം ജപിച്ചോളൂ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. നാമം ജപിച്ചോളൂ ഉറക്കെ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. പ്രഹ്ലാദൻ ഇത്രയും പറഞ്ഞതോടുകൂടി അസുരബാലന്മാർക്കൊക്കെ ഉത്സാഹമായി. ഇവിടെ എല്ലാവരും കൂടി അതിഗംഭീരമായിട്ടുള്ള നാമജപം. ഈ നാമജപം കേട്ടുകൊണ്ട് അധദൈത്യസുതാ സർവേ ശ്രുത്വാ തദനുവർണിതം ജഗൃഹുർനിരവധ്യത്വാൻ നൈവ ഗുർവനുശിക്ഷിതം. ഇങ്ങനെയുള്ള ഈ നാമജപം കേട്ടുകൊണ്ടാണ് ഹിരണ്യകശിപു ഇങ്ങോട്ട് വരണത്. ഹിരണ്യകശിപുവിൻ്റെ ചുണ്ട് വിറയ്ക്കുന്നുണ്ടോ, ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടോ, കണ്ണെന്നൊക്കെ തീ പാറുന്ന ഭാവത്തില് പ്രഹ്ലാദന്റെ മുന്നിൽ അങ്ങോട്ട് വന്നു. അച്ഛനെ കണ്ടതും പ്രഹ്ലാദൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. അത് കണ്ടപ്പോ അതിലേറെ, ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകരാധമ സ്തബ്ധം ശാസനോദ്ധൂതം നേഷ്യ ത്വാദ്യമക്ഷയം. നീ കള്ളവിനയാ കാണിക്കണത്.
എന്നെ കാണുമ്പോൾ എന്നെ ബഹുമാനിക്കും, എന്നിട്ട് ആ കള്ളൻ വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. നിന്റെ ഈ ദുർവിനയം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചു തരാം. നേഷ്യദ്വാദ്യമക്ഷയം, നിന്നെ എന്ന് യമന്റെ അടുത്തേക്കും. ക്രുദ്ധസ്യ കമ്പന്തേ എത്രയോ ലോക സഹേശ്വര തസ്യമേ ഭീതവൻ മൂഢ ശാസനം കിംബലോത്യക. എൻ്റെ ഈ പുരികക്കൂടി ഒന്ന് ചലിച്ചാൽ 3 ലോകം കിടന്ന് വിറയ്ക്കും. അങ്ങനെയുള്ള എൻ്റെ മുമ്പിൽ നീ ഈ കള്ളവിനയം കാണിക്കണത്, ആ മൂഢനാണ് നീ. നിന്റെ ആ കള്ളവിനയം ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഇതുപോലുള്ള നാടകം കളിക്കാൻ ശാസനം കിംബലോത്യക, എന്താ നിന്റെ ബലം? പ്രഹ്ലാദന് സംശയമൊന്നും ഉണ്ടായില്ല. ന കേവലം മേ ഭവതശ്ചരാജൻ സവൈ ബലം ബലിനാം ച പരേഷാം പരേവരേമീ സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ യേന വശം പ്രണീതം. അച്ഛ, എനിക്ക് മാത്രമായിട്ടൊരു ബലമില്ല ഇവിടെ. ഈ ലോകത്തിന് മുഴുവൻ ബലമായിട്ട്, അച്ഛന് ബലമായിട്ട്, ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കണ ബ്രഹ്മാവ് മുതല് കൃമികീടാദികൾ വരെ സർവ്വതിനും ബലമായിട്ടിരിക്കണത് ആ സാക്ഷാൽ ബലം മേ വൈകുണ്ഠ. ആ വൈകുണ്ഠനാഥനായിട്ടുള്ള ഭഗവാനാണ് സകലതിനും ബലം. ആ ഭഗവാനെ അച്ഛൻ ഭജിക്കും. അച്ഛൻ്റെ ഉള്ളിൽ ചൈതന്യമായിട്ട് നിറയുന്ന ഭഗവാൻ, ആ ഭഗവാൻ തന്നെയാണ് തൂണിലും തുരുമ്പിലും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ആ ഭഗവാൻ അല്ലാതെ വേറെ ആർക്കും ആശ്രയമില്ല. ആ ഭഗവാനെ അച്ഛൻ ഒരൊറ്റ തവണ വിളിച്ചാൽ മതി. വ്യക്തം തൊമർത്തുകാമോസി യോതി മാത്രം വിഗദ്ധസേ മുമുർഷൂണാം ഹിമന്താത്മൻ നനുസ്യുർ വിപ്ലവാകിര. മരിക്കാൻ പോണവന്റെ ജൽപ്പനങ്ങളാണ് നീ പറയണത്. മരണഭയം നിന്നെ പിടികൂടിയിട്ടുണ്ട്. വിഷ്ണു ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കണ വിഷ്ണു എവിടെ? അങ്ങനെ ലോകം മുഴുവൻ തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എവിടെ? പിന്നത്തെ ചോദ്യം അബദ്ധായത്. കസ്മാ സ്തംഭേന ദൃശ്യത്തെ, എന്തുകൊണ്ട് ഈ തൂണിൽ കാണില്ല? നിന്റെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കണ ഒരു വിഷ്ണു ഉണ്ടെങ്കിൽ ഈ തൂണിൽ എനിക്ക് അവനെ കാണണം. എവിടെ വിഷ്ണു? ഈ തൂണ് ഞാനിപ്പോ ഇടിച്ചു പൊടിക്കാൻ പോവാം. ഇതിൽ നിന്ന് നിന്റെ വിഷ്ണു രക്ഷിക്കാൻ വരട്ടെ, കാണണം എനിക്ക്. ഇത്രയും പറഞ്ഞതോടുകൂടി ഹിരണ്യകശിപുവും സോഹം വിഗദ്ധമാനസ്യ ശിരദുഃഖായാദ് ഹരാമിതേ, നിന്റെ ശിരസ് ഞാൻ എടുക്കും. യസ്ത്വയാ മന്ദഭാഗ്യോക്തോ, നീ ഭാഗ്യം കെട്ടവൻ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയാൻ തോന്നിയത്. ലോകം മുഴുവൻ വിഷ്ണു ഉണ്ടെന്ന്. ഈ തൂണെന്ന് എനിക്ക് വിഷ്ണുവിനെ കണ്ടില്ലെങ്കിൽ ഇത്രയും പറഞ്ഞുള്ളൂ. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോർ കർണൗ സമാചൂർണയന്നാഘൂർണ ജഗദണ്ഡകുണ്ഡകുഹര ഘോരസ്തവാ ഭൂദ്രവാം ശ്രുത്വായം കില ദൈത്യരാജഹൃദയ പൂർവം ഗതാപ്യശ്രുതം കമ്പ കശ്ചന സമ്പപാദചലിതോപ്യം ഭോജഭോർവിഷ്ടര. ആ പറഞ്ഞതോടുകൂടി ഹിരണ്യകശിപു തൻ്റെ ഉരുക്കു മുഷ്ടികൾ കൊണ്ട് ആ സഭയിലെ തൂണിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു ഇടി, ആ ഇടി ശബ്ദത്തോടു കൂടി ലോകം മുഴുവൻ ഞെട്ടിവിറയ്ക്കുന്ന വിധത്തില് ഒരു ഗർജനവും അതിഭയങ്കരമായിട്ടുള്ള പ്രകാശം, ധൂളികള് ആ സഭയിലുള്ളവർക്ക് ഒന്നും കാണാൻ സാധിക്കാത്ത വിധത്തില് ബ്രഹ്മാവ് പോലും തൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകിത്തെറിച്ചു വീണു. എന്താ സംഭവിച്ചത് എന്ന് പോലും മനസ്സിലായില്ല. തപ്തസ്വർണ സവർണ ഘൂർണത അതിരൂക്ഷാക്ഷം സടാകേസര പ്രോൽക്കംബ പ്രനുകുംഭിതാംബരമഹോം. എന്തെന്നറിയാത്ത സ്വർണ്ണവർണ്ണത്തിലുള്ള അതിഭയാനകമായിട്ടുള്ള രൂപം അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് നിൽക്കണം. നോക്കുമ്പോഴോ ഹിരണ്യകശിപു നോക്കുമ്പോൾ ആകാശം മുട്ടെ ഉയർന്നതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള രൂപം, ആ സിംഹസ്വരൂപമായിട്ടുള്ള മുഖം, ആ ഭഗവാന്റെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ചെവി, മേഘമാലകളിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള കുഞ്ചിരോമങ്ങള്, അതിന് താഴെ നോക്കുമ്പോൾ തീഗോളങ്ങൾ തീയിലിട്ട് പഴിപ്പിച്ചതുപോലുള്ള 2 ഉണ്ട കണ്ണുകൾ, അതിന് താഴെ ഭഗവാന്റെ നാസികാദ്വാരം, ഗുഹാമുഖം പോലെയുള്ള നാസികാദ്വാരത്തിലൂടെ ഉഷ്ണവായു അകത്തും പുറത്തും പ്രവഹിച്ചുകൊണ്ടിരിക്കണു. അതിനും താഴെ കൂർത്തതായിട്ടുള്ള 2 ദംഷ്ട്രായുഗോഡാമരം
വാള് പോലെ വളഞ്ഞു തൂങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ അതിക്രൂരമായിട്ടുള്ള ജിഹ്വ, അനവധി കൈകളിൽ വിവിധങ്ങളായിട്ടുള്ള ആയുധങ്ങൾ ധരിച്ച്, രണ്ട് കൈകള് ആ നഖായുധങ്ങള്, കൂർത്തുമൂർത്തതായിട്ടുള്ള നഖത്തോടു കൂടിയ രണ്ട് കൈകൾ ആയുധങ്ങളില്ലാതെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇത്ര ക്രൂരമായിട്ടുള്ള ആ സിംഹരൂപം കണ്ടതായിട്ടുള്ള ഹിരണ്യകശിപു താഴേക്ക് നോക്കുമ്പോഴോ ശ്രീവത്സം, കൗസ്തുഭം, വനമാലകളും മുത്തുമാലകളും രത്നമാലകളും ധരിച്ചതായിട്ടുള്ള ഭഗവാന്റെ ആ മാറിടം, അതിനും താഴെ പീതാംബരപ്പെട്ട് ധരിച്ചതായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ രൂപം. വീണ്ടും മുകളിലേക്ക് നോക്കിയാൽ അതിഭയങ്കരമായിട്ടുള്ള സിംഹരൂപം. ഇങ്ങനെ നരനുമല്ല സിംഹവുമല്ലാണ്ട് നരഹരിയായിക്കൊണ്ട് ഭഗവാൻ അവിടെ ആവിർഭവിച്ച് അത്യുച്ചം ഘോരഘോരം ഗർജിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ കണ്ണിൽ നിന്ന് തീജ്വാലകൾ പാറിക്കൊണ്ടിരിക്കണം. നൂനം വിഷ്ണുരയം, ഇതാ കള്ളൻ വിഷ്ണു ആണ്. പണ്ടും ഇതുപോലൊരു കാടൻ വേഷം ധരിച്ചുകൊണ്ടാണ് അവൻ എൻ്റെ അനുജനെ വധിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഹിരണ്യകശിപു പല പല ആയുധങ്ങളായിട്ട് ആ ഭഗവാൻ നരസിംഹമൂർത്തിയോട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നു. ഏതുപോലെ തീയിൽ വീണ ഈയാമ്പാറ്റകളെ പോലെ ഓരോ ആയുധങ്ങളുമായിട്ട് ഹിരണ്യകശിപു ഭഗവാനോട് എതിരിടുമ്പോഴും ഭഗവാൻ പാറ്റയെടുത്ത് വളയുന്ന ലാഘവത്തിൽ തൻ്റെ നഖങ്ങൾ കൊണ്ട് തൂക്കി വലിച്ചെറിയണു. അടുത്ത ആയുധെടുത്ത് വീണ്ടും വരണു. ഇങ്ങനെ പല സന്ദർഭത്തിലായിട്ട് ഹിരണ്യകശിപുവിനെ ഭഗവാൻ എടുത്ത് വലിച്ചെറിയണു. സന്ധ്യാസമയം ആവുന്നത് വരെ പണ്ട് ഹിരണ്യാക്ഷൻ്റെ കൂടെ കളിച്ചതുപോലെ ഭഗവാൻ തൻ്റെ ആ ദൈത്യന്മാരോട് കൂടെ കളിച്ചുകൊണ്ടിരിക്കണു. ആ പാർഷദന്മാരോട് കൂടെ സന്ധ്യാസമയം വരെ കളിച്ചുകൊണ്ടിരുന്നു. സന്ധ്യാസമയമായി എന്നറിഞ്ഞതോടുകൂടി തൻ്റെ ഭൃത്യനെ തൻ്റെ മടിയിലിരുത്തി, അകത്തും പുറത്തുമല്ലാതെ ഇമ്മറപ്പടിയിലിരുത്തി തൻ്റെ മടിയിൽ അങ്ങോട്ട് കിടത്തി വില്ല് വളയ്ക്കണത് പോലെ രണ്ട് ഭാഗത്തുനിന്നും ഹിരണ്യകശിപുവിൻ്റെ ആ ശരീരം അങ്ങോട്ട് വളച്ചു. ആ ഹിരണ്യകശിപുവിൻ്റെ ചെവിയിൽ ഘോരഘോരമായിട്ട് അങ്ങോട്ട് ഗർജിച്ചതോടുകൂടി ഹിരണ്യകശിപു പോലും കണ്ണു തുറിച്ചു. ആ വളഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ മാറിടത്തിൽ കൂർത്തുമൂർത്തതായിട്ടുള്ള ആ നഖായുധങ്ങൾ അങ്ങോട്ട് പ്രവേശിപ്പിച്ച് ചീന്തി മുറിച്ചെടുത്തു. ആ ഭടന്റെ മാറിടം, അതിൽ നിന്നും ചുടുചോര, അതിരൗദ്രമായിട്ടുള്ള ചോര അങ്ങോട്ട് പായമുദൈരയോ, ആ ചോര അങ്ങനെ ധാരാളമായിട്ട് ആ സിംഹസ്വരൂപമായിട്ടുള്ള ഭഗവാൻ അങ്ങോട്ട് കുടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ആ ജീവനെ കൂടി അങ്ങോട്ട് വലിച്ചെടുത്തു. ആ ഹിരണ്യകശിപുവിൻ്റെ ആ കൊടൽമാല അങ്ങോട്ട് ധരിച്ച് തൻ്റെ കഴുത്തിലൂടെ അങ്ങോട്ട് ഇട്ട് ചണ്ടിയായിട്ടുള്ള ശരീരം ദൂരേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ഒരാളക്കും അടുക്കാൻ വയ്യാത്ത വിധത്തിൽ തിരമാലകളൊക്കെ അടിച്ചുയർന്നുകൊണ്ടിരിക്കണു. ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കണു. ഭഗവാന്റെ ദൃഷ്ടി പതിയുന്ന ഓരോ സ്ഥലത്തുള്ള വസ്തുക്കൾ മുഴുവൻ നിമിഷ നേരം കൊണ്ട് ദഹിച്ചില്ലാതെ വീണു. ബ്രഹ്മാവിന് പോലും ഭയമായി. കാരണം താൻ സൃഷ്ടിച്ചതായിട്ടുള്ള ഈ ഭൂമി കുറച്ച് സമയം കൊണ്ട് ഈ ഭഗവാൻ ഇല്ലാതേക്കും. അത്രമാത്രം ഉഗ്രമായിട്ടുള്ള അഗ്നിയ ഭഗവാന്റെ കണ്ണിൽ നിന്ന് പ്രവഹിക്കണേ. ആ ഭൃത്യനെ വധിച്ചിട്ടും ക്രോധമടങ്ങാതെ ആ സഭയിൽ അവിടെ അങ്ങനെ ഇരിക്കണം. ഒരാൾക്കും അടുത്തു പോവാൻ സാധിച്ചില്ല. സർവേ ശർവവിരിഞ്ച വാസവമുഖ പ്രത്യേകമസ്തോഷത. ദൂരെ നിൽക്കുന്നതായിട്ടുള്ള സകല ദേവീദേവന്മാരും പ്രജാപതികളും ഗന്ധർവന്മാരും ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കണില്ല. ഈ ഘോരമായിട്ടുള്ള ഇതുപോലൊരു അവതാരം കണ്ടിട്ടില്ല. ദൂരെ നിന്ന് എല്ലാവരും സ്തുതിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ ക്രോധം ശമിക്കണില്ല. മഹാലക്ഷ്മിയെ കൊണ്ടുവന്നു. മഹാലക്ഷ്മി പറഞ്ഞു, ഇത് എൻ്റെ ഭർത്താവന്നല്ല, ഇത്ര ഘോരമായിട്ടുള്ളൊരു ഭാവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മഹാലക്ഷ്മി തിരിച്ചുപോയി. ബ്രഹ്മാവിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് പ്രഹ്ലാദോത്യഭയേ, ഒരു ഭയമില്ലാതെ അവിടെ തൊഴുതു പിടിച്ചുകൊണ്ട് ഈ സഭയുടെ നടുവിൽ നിൽക്കണ ഉണ്ണിയായിട്ടുള്ള പ്രഹ്ലാദൻ ആ ഭഗവാന്റെ ഈ കോലാഹലങ്ങളൊക്കെ കണ്ടുകൊണ്ടും ഒരു പരിഭ്രമമില്ലാണ്ട് ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാമം ചൊല്ലിക്കൊണ്ട് അവിടെ അങ്ങനെ ഭഗവാനെ ജപിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നതായിട്ടുള്ള ഉണ്ണി ആ പ്രഹ്ലാദനെ ബ്രഹ്മാവ് ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞേക്കണു. പ്രഹ്ലാദന് അറിയാം അത്യന്ത ശുദ്ധാകൃതേ. ഭഗവാൻ ഇതൊക്കെ ആണെങ്കിലും ഭഗവാൻ സാത്വികമൂർത്തിയാണ്. എന്തെന്ത് വേഷം കെട്ടിയാലും വെഞ്ചാമരത്താടി അഴിച്ചു നോക്കൂ കാണാമതിൽ
രമ്യകിശോരവേഷം. പ്രഹ്ലാദന് നല്ല ഉറപ്പുണ്ട്, തൻ്റെ കൂടെ കളിക്കണ ഉണ്ണിയായിട്ടുള്ള ഭഗവാൻ ഏതേത് വേഷം കെട്ടി വന്നാലും എനിക്കൊരു പരിഭ്രമമില്ല. കാരണം എന്താ? അത്യന്ത ശുദ്ധാകൃതേ, സാത്വിക സ്വരൂപനായിട്ടുള്ള ഭഗവാൻ പല പല വേഷങ്ങളും കെട്ടുമായിരിക്കും. ഇതൊന്നും ഭയമില്ല. ബ്രഹ്മാവ് പ്രഹ്ലാദനെ പറഞ്ഞേക്കണു. പ്രഹ്ലാദനോ ഭഗവാന്റെ പാദങ്ങളിൽ അങ്ങോട്ട് നമസ്കരിക്കണം. ക്രോധസ്വരൂപമായിരിക്കണം. നരസിംഹം പോലും ഞെട്ടിപ്പോയി. തന്നെ സ്പർശിക്കാൻ ധൈര്യമുള്ള ഒരാളാരാ? ആ ക്രോധത്തോടു കൂടി നോക്കിയത് ആ ഭക്തനായിട്ടുള്ള തൻ്റെ ഉണ്ണിയെ കണ്ടത്. ആ തൻ്റെ ഭക്തനെ കണ്ടതോട് ബിന്ദുന്നേത്രാഭ്യാം പുഷ്കരേക്ഷണം. ആ ഭക്തനെ കണ്ടാൽ പിന്നെ ഭഗവാന്റെ കണ്ണുകൾ അങ്ങോട്ട് ആർദ്രമായി തീരെ, അതിന് സംശയമൊന്നുമില്ല. ഏതേത് രൂപത്തിൽ നിൽക്കണം ഉണ്ണിയായിട്ടുള്ള ആ പ്രഹ്ലാദനാണെന്ന് അറിഞ്ഞതോടുകൂടി തീ ജ്വലിക്കുന്നതായിട്ടുള്ള ആ കണ്ണുകളിലെ കനൽക്കട്ടകളെ മുഴുവൻ ഈ പ്രേമബാഷ്പം കൊണ്ട് തന്നെ ഇല്ലാതെ തൻ്റെ ഉണ്ണിയെ വാരിയെടുത്ത് അങ്ങയുടെ മടിയിൽ വെച്ച ആ സഭയിൽ ഇരിക്കുന്നതുമായിട്ടുള്ള ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള രൂപത്തെ ആണ് അടുത്ത അധ്യായത്തിൽ പറയണത്. ആ ഭാഗം ആ അധ്യായം കൂടിയും വായിച്ച് നമുക്ക് ഇന്നത്തെ പാരായണ പ്രഭാഷണങ്ങൾ സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാഷ്ടമോധ്യായ. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ ഹരയേദ്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനെ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരദ ഉവാച. അഥ ദൈത്യസുതാ സർവേ ശ്രുത്വാ തദനുവർണിതം ജഗൃഹുർനിരവദ്യത്വന്നൈവ കുർവനുശിക്ഷിതം അഥാചാര്യസുതസ്തേഷാം ബുദ്ധിമേകാന്ത സംസ്ഥിതാം ആലക്ഷ്യഭീതസ്ത്വരിതോ രാജ്ഞ ആവേദയദ്യഥാം ശ്രുത്വാ തദാ പ്രിയം ദൈത്യോ ദുസ്സഹം തനയാനയം കോപാവേശചരദ്ഗാത്ര പുത്രം ഹന്തും മനോദധേ ക്ഷിപ്താ പരുഷയാ വാചാ പ്രഹ്ലാദമതിർഹണം ആഹേക്ഷമാണ പാപേന തിരശ്ചീനേന ചക്ഷുഷാം പ്രശ്രയാവനതം ദാന്തം ബദ്ധാഞ്ജലിമവസ്ഥിതം സർപ്പപദാഹദൈവാശ്വസൻ പ്രകൃതിദാരുണം ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകരാധമാം സ്തബ്ധം മച്ഛാസനോദ്ധൂതം നേഷ്യേ ത്വാദ്യയമക്ഷയം ക്രുദ്ധസ്യ കമ്പന്തേ ത്രയോ ലോകാ സഹേശ്വരം തസ്യ മേ ഭീതവൻ മൂഢ ശാസനം കിം ബലോത്യഗാം. പ്രഹ്ലാദ ഉവാച. ന കേവലം മേ ഭവതശ്ച രാജൻ സ വൈ ബലം ബലിനാം ചാപരേഷാം പരേവരേമി സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ യേന വശം പ്രണീതാം സ ഈശ്വരകാല ഉരുക്രമോ സാവോജസ്സഹ സത്വബലേന്ദ്രിയാത്മാ സ ഏവ വിശ്വം പരമസ്യ ശക്തിഭിസൃജത്യവത്യത്യ ഗുണത്രയേഷാം ജഹ്യാസുരം ഭാവമിമം ത്വമാത്മനാ സമം മനോധത്സ്വന സന്ധി വിദ്യുഷാം ഋതേചിതാത്മന ഉത്പഥസ്ഥിതാൻ തദ്ഭിഹ്യനന്ദസ്യ മഹസ്സമർഹണം ദസ്യുൻ പുരാഷണ്ണ വിജിത്യ ലുംബതോ മന്യന്തേ കേതുജിതാദിശോ ദശം ജിതാത്മനോജ്ഞസ്യ സമസ്യ ദേഹിനാം സാധോ സ്വമോഹ പ്രഭവ കുതപരേ. ഹിരണ്യകശിപുരവാച. വ്യക്തന്തോ മർത്തുകാമോസി യോതിമാത്രം വിഗദ്ധസേ മുമുർഷൂണാം ഹിമന്ദാത്മൻ നനുസ്യുർവിപ്ലവാഗിരം യസ്ത്വയാ മന്ദഭാഗ്യോ കൃതോ മദന്യോ ജഗദീശ്വരം ക്വാസൗ യതി സർവത്ര കസ്മാസ്തംഭേന ദൃശ്യത്തെ സോഹം വിഗദ്ധമാനസ്യ ശിരക്കായാധരാമി തേ ഗോപായേത ഹരിസ്ത്വാദ്യായസ്തേ ശരണമീപ്സിതം. ഏവം ദുരുക്തേർമുഹുരർദ്ദേൻഷാസുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രഗൃഹ്യോത്പതിതോ വരാസന സ്തംഭം തതാടാദിബലസ്വമുഷ്ടിനാം തദേവ തസ്മിന്നനദോതി ഭീഷണോ ബഭൂവ യേനാണ്ടകടാഹമസ്ഫുടത് യം വൈ സ്വധിഷ്ണ്യോപഗതം ത്വജാതയാം ശ്രുത്വാ സുധാമാപ്യമംഗമേനിരേ സ വിക്രമൻ പുത്രവധേവ് സരോജസാ നിശമ്യ നിർഹ്ലാദമപൂർവമദ്ഭുതം അന്തസ്സഭായാ ന ദദർശ തൽപദം വിതത്ര സുര്യേണ സുരാരിയൂഥപാ സത്യം വിധാതം നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ജാത്മനാം അദൃശ്യതത്യദ്ഭുതരൂപമുദ്ദഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ
നാരായണ ഹരേ 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 നാരായണ. സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം ദിഗന്ധം നടുങ്ങുന്നീനാദം. സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം ദിഗന്ധം നടുങ്ങുന്ന ദുന്ദുഭീനാദം. ശതകോടി സൂര്യന്മാരെരിയും ത്രിനേത്രം ചുടുനിണം മിറ്റുന്ന ചുരിക പോൽ നാവ്. ശതകോടി സൂര്യന്മാരെരിയും ത്രിനേത്രം ചുടുനിണം ഇറ്റുന്ന ചുരിക പോൽ നാവ്. മരണം വിളങ്ങുന്ന അതിക്രൂരദംഷ്ട്രം പ്രളയാഗ്നി ചുഴി തീർത്ത ജഡസടാ കേസരം. പ്രഹരണം പേറുന്നൊരഷ്ടഭുജങ്ങൾ ആകാശസീമയ്ക്കനന്തമാം ദേഹം. ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം. ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം. ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം. ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നരനല്ല മൃഗമല്ല നരസിംഹരൂപം. രാവല്ല പകലല്ല നിറസന്ധ്യ നേരം. നരനല്ല മൃഗമല്ല നരസിംഹരൂപം. രാവല്ല പകലല്ല നിറസന്ധ്യ നേരം. അകമല്ല പുറമല്ല ഉമ്മരപ്പടിമേൽ. അകമല്ല പുറമല്ല ഉമ്മരപ്പടിമേൽ. വിണ്ണല്ല മണ്ണല്ല തിരുമടിത്തട്ടിൽ. ദൈത്യന്റെ പ്രാണനിൽ ആ നഖരജാലം. കുടൽമാല രുധിരവും അണിയുന്ന രൂപം. ബ്രഹ്മാണ്ഡ സത്യങ്ങൾ കാക്കുന്ന ദേവൻ. ഭക്തന്റെ രക്ഷയ്ക്ക് നിമിഷാർദ്ധ നേരം. ആ ദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം. ആ ദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം. ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം. ആ ദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനേ. ഹരയേ അദ്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനേ. സത്യം വിധാതും ന ച ഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷഖിലേഷു ചാത്മനാം. അദൃശ്യദാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാന്ന മൃഗം ന മാനുഷം. സസത്വമേനം പരതോപി പശ്യൻ സ്തംഭസ്യ മധ്യാദന നിർജിഹാനം. നായം മൃഗോ നാപി നരോ വിചിത്രം. അഹോ കിമേതന്ദ്ര മൃഗേന്ദ്രരൂപം. മീമാംസമാനസ്യ സമുദ്യതോഗ്രതോ നൃസിംഹരൂപസ്തതലം ഭയാനകം. പ്രതപ്തചാമീകരചണ്ഡലോചനം സ്ഫുടസ്സടാകേസരജൃംഭിദാനനം. കരാളദംശം കരവാളചഞ്ചലക്ഷുരാന്തജിഹ്വം ഭൃഗുടീമുഹോൽപണം. സ്തബ്ധോർധ്വകർണം ഗിരിഗന്ധരാദ്ഭുതവ്യാത്താസ്യ നാസം ഹനവേദഭീഷണം. ദിവിസ്പൃശത്കായമദീർഘപീവരഗ്രീവോരുവക്ഷസ്ഥലമൽപമധ്യമം. ചന്ദ്രാംശുഗൗരൈചുരിതം തനൂരുഹേ വിഷഭുജാനീകശതം നഖായുധം. ദുരാസദം സർവനിചേതരായുധ പ്രവേഗ വിദ്രാവിതദൈത്യദാനവം. പ്രായേണമേയം ഹരിണോരുമായി നാവധ സ്മൃതോനേനമുദ്സമുദ്യതേന കിം. ഏവം ബ്രുവം സ്തഭ്യപദദ്ഗദായുധോ നദൻ നൃസിംഹം പ്രതി ദൈത്യകുഞ്ചരം. അലക്ഷിതോഗ്നോപതിതപ്പദംഗമോ യഥാ നൃസിംഹൗജസി സോസുരസ്തദം. നതദ്വിചിത്രം ഖലു സത്വധാമനി സ്വതേജസായേന പുരാഭിപത്തമാം. തതോഭിപത്യാഭ്യാനൻ മഹാസുരോ നൃഷാ നൃസിംഹം ഗതയോരുവേഗയാം. തം വിക്രമന്തം സഗതം ഗദാധരോ മഹോരകം ദാർക്ഷസുതോ യഥാഗ്രഹേ. സദസ്യ ഹസ്തോത്കരിതസ്തദാസുരോ വിക്രീഡതോ യദ്വദഹിർഗരുത്മതാം. അസാധ്വമന്യന്തഃ ദൗകസോമരാ
ഖനച്ഛദ ഭാരത സർവധീഷ്ണ്യവാ തം മന്യമാനോ നിജവീര്യശങ്കിതം യദ്ഹസ്തമുക്തോ നൃഹരിം മഹാസുരം പുനസ്തമാ സജ്ജത ഖഡ്ഗജർമ്മണി പ്രഗൃഹ്യ വേഗേന ജിതശ്രമോ മൃധേ തം ശ്യേന വേഗം ശതേന്ദ്രവർമ്മഭിർചരന്തമച്ഛിദ്രമുപര്യധോ ഹരിം കൃത്വാട്ടഹാസം ഘനമുത്സനോൽബണം നിമീലിതാക്ഷം ജഗൃഹേ മഹാജവ വിശ്വസ്ഫുരന്തം ഗ്രഹണാതുരം ഹരിം വ്യാളോ യഥാകം കുരുശാക്ഷതത്വജം ദാര്യൂര്യാപാത്യദാരലീലയാ നഖേര്യഥാഹിം ഗരുഡോ മഹാവിഷം സംരംഭ ദുഷ്പ്രേക്ഷകരാളലോചനോ വ്യാത്താനനാന്തം വിലിഹൻ സ്വജിഹ്വയാ അസൃഗ്നവാക്താരുണകേസരാനനോ യഥാന്ത്രമാലീതി മഹത്യയാ ഹരിം നഖാങ്കുരോത്പാടിത ഹൃസ്സരോരുഹം വിസൃജ്യ തസ്യാനുചരാനുദായുധാൻ അഹൻ സമന്താൻ നഖ ശസ്ത്രപാശബിർദോർദണ്ഡയൂധോനുപധാൻ സഹസ്രശാം സടാവധൂതാ ജലതാപരാപതൻ ഗ്രഹാശ തദ്ദുദൃഷ്ടി വിമുഷ്ടരോജിഷ അംബോധയശ്വാസഹദാ വിചക്ഷുപുർനിർഹാദഭേദാദിഭ്യാ വിചക്രുഷു ദ്യൗതസ്സടോക്ഷിത വിമാന സങ്കുലാ പ്രോത്സർപദക്ഷ്മാചപദാതിപീഡിതാം ശൈലാ സമുത്പേതുരമുഷ്യരം ഹസാ തത്തേജസാഖം കഗുഭോ നരേജിരേ തതസ്സഭായാമുപുഷ്ടമുത്തമേന്ദ്രഭാസനെ സംഭൃതതേജസം വിഭും അലക്ഷിതദ്വൈരഥമത്യമരുഷം പ്രചണ്ഡവക്ത്രൻ ബഭാജ കശ്ചന നിശമ്യ ലോകത്രയമസ്തഗജ്വരം തമാതിദൈത്യം ഹരിണാഹതം മൃധേ പ്രഹർഷവേഗോത്കരിതാനനാമുഹു പ്രസൂനവർഷൈവ വൃഷസുരസ്ത്രിയാം തഥാ വിമാനാവലിഭിർനഭസ്ഥലം ദിദൃക്ഷതാം സങ്കുലമാസനാഗിനാം സുരാനഗാദുന്ദഭയോധജഘ്നിരേ ഗന്ധർവമുഖ്യാനനുദൃജഗുസ്ത്രിയാം തത്രോപവ്രജ്യ വിബുധാ ബ്രഹ്മേന്ദ്രഗിരിശാദയാർഷേ പിതരസിദ്ധാ വിദ്യാധര മഹോരഗാ മനവ പ്രജാനാം പതയോ ഗന്ധർവാപ്സരചാരണ യക്ഷാ കിം പുരുഷാസ്താദാ വേതാളാ സിദ്ധകിന്നരാ തേ വിഷ്ണുപാശദാ സർവേ സുനന്ദകുമുദാദയ മൂർധ്നി ബദ്ധാഞ്ജലിപുടാസീനം തീവ്രതേജസം ഈഡിരേ നരശാർദൂലം നാദിദൂരചരാപൃഥക് ബ്രഹ്മോവാചാം നതോസ്മിനന്ദായ ദുരന്തശക്തേ വിചിത്രവീര്യായ പവിത്രകർമ്മണേ വിശ്വസ്യ സർഗസ്യ സംയമാൻ ഗുണൈ സ്വലീലയാ സന്തതേവ്യാത്മനേ. ശ്രീരുദ്ര ഉവാച കോപകാലോ യുഗാന്തേസ്തേ ഹതോയമസുരോൽപക തത്സുതം പാക്യുപശ്രുതം ഭക്തം തേ ഭക്തവത്സല. ഇന്ദ്ര ഉവാചാം പ്രത്യാനിഹിതാ പരമഭൗതാത്രായതാനസ്വഭാഗാ ദൈത്യാക്രാന്തം ഹൃദയകമലം ത്വദ്ഗൃഹം പ്രത്യബോധേ കാലഗ്രസ്തം കേതിതമഹോനാഥ ശുശ്രൂഷതാന്തെ മുക്തിസ്തേഷാം നഹി ബഹുമതാ നാരസിംഹാപരൈകിം. ഋഷയ ഊചു ത്വം നസ്തപ പരമമാർത്ഥയദാത്മതേജോ യേനേദമാദിപുരുഷാത്മഗതം സസർജ തദ്വിപ്രലുപ്തമമുനാദ്യ ശരണ്യപാല രക്ഷാ ഗൃഹീത വപുഷാ പുനരന്വമം സ്ഥാ. പിതര ഊചും ശ്രാദ്ധാനി നോധിപുജേ പ്രഥമം തനൂജൈ ദത്താനി തീർത്ഥസമയേപ്യഭിപത്തിലാംബു തസ്യോദരാന്നഖവിദീർണവബാധ്യാർത്ഥത്തസ്മൈ നമോ നൃഹരയേ അഖിലധർമ്മഗോപ്ത്രേ. സിദ്ധാ ഊചു യോ നോ ഗതിം യോഗസിദ്ധാമസാധുരഹാരശീദ്യോഗതപോബലേന നാനാദർപ്പം തം നഖൈർനിർദദാര തസ്മൈ തുഭ്യം പ്രണതാസ്മോ നൃസിംഹ. വിദ്യാധര ഊചും വിദ്യാപൃഥഗ്ധാരണയാനുരാധാന്യഷേദജ്ഞോ ബലവീര്യതൃപ്ത സയേന സംഖ്യേ പശുദ്ധതസ്തം മായാ നൃസിംഹം പ്രണതാസ്മ നിത്യം. നാഗ ഊചു യേന പാപേന രത്നാനി സ്ത്രീരത്നാനി ഹൃതാനി ന തദ്വക്ഷപാഠനേനാസാം ദത്താനന്ദ നമോസ്തുതേ. മനവ ഊചു മനവോ വയം തവ നിദേശകാരുണോ ദിദിജേന ദേവാ പരിഭൂതസേതവ ഭവതാ ഖലസ്സ ഉപസംഹൃത പ്രഭോകരവാമതേ കിം അനുഷാധി കിങ്കര. പ്രജാപതയ ഊചു പ്രജേശാ വയം തേ പരേശാഭിസൃഷ്ടാ നയേന പ്രജാ വൈ സൃജാമോ നിഷിദ്ധാ സ ഏഷ ത്വയാ ഭിന്നവക്ഷാനുശേതേ ജഗന്മംഗളം സത്വമൂർത്തേവതാര. ഗന്ധർവ ഊചു വയം വിഭോതേ നടനാട്യഗായകായേനാത്മസാദ്വീര്യബലൗജസാകൃതാ സയേഷം യുതോ ഭവതാ ദിശാമിമാം കിമുത്പഥസ്ഥ കുശലായ കൽപ്പതേ. ചാരണ ഊചു ഹരേ തവാംഘ്രി പങ്കജം ഭവാപവർഗമാശ്രിതായ ദേശ സാധു ഹൃച്ഛയസ്ത്വയാസുരഃ സമാപിത. യക്ഷ ഊചു വയമനുചരമുഖ്യാ കർമ്മഭിസ്തേ മനോജ്ഞൈ തൈഹദിതി സുതേന പ്രാപിതാവാഹകത്വം സതു ജനപരിതാപം തത്കൃതം ജാനതാതേ നരഹര ഉപനീത പഞ്ചതാം പഞ്ചവിംശ. കിം പുരുഷ ഊചു വയം കിം പുരുഷാസ്ത്വം തു മഹാപുരുഷ ഈശ്വര
അയം കുപുരുഷോ നഷ്ടോ ധികൃത സാധുഭിര്യത. വൈതാളിക ഊജും സഭാസു സത്രേഷു തവാമലം യശോ ഗീത്വാ സപര്യാം മഹതീം ലഭാമഹേ യസ്താം വ്യനൈഷീത് ഭ്രശമേഷ ദുർജനോ ദൃഷ്ട്യാ ഹതസ്തേ ഭഗവൻ യഥാമയ. കിന്നര ഊചു വയമീശ കിന്നരഗണാസ്തവാനുഗാദിതി ജേന വിഷ്ടിമമുനാനുകാരിതാ ഭവതാ ഹരേ സവൃജിനോ വസാദിതോ നരസിംഹ നാഥ വിഭവായ നോ ഭവ. വിഷ്ണുവാർഷദ ഊജും അദ്വൈതധരിനരൂപമത്ഭുതം തേ ദൃഷ്ടം ന ശരണത സർവലോകശർമാം സോയം തേ വിധികരൈശ വിപ്രശപ്തസ്യേദം നിധനമനുഗ്രഹായ വിദ്മ ഇതീം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ പ്രഹ്ലാദാനുചരിതേ ദൈത്യരാജവധേ നൃസിംഹസ്തവോ നാമാഷ്ടമോധ്യായം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ബ്രഹ്മാദയസ്വരഗണാമനയോധ സിദ്ധാസത്വേകദാനമതയോ വചസാം പ്രവാഹൈ നാരാധിതും ഗുരുഗുണൈരധുനാപി വിപ്രു കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള നരസിംഹരൂപത്തെ പ്രഹ്ലാദൻ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗത്തോടു കൂടിയാണ് നാളെ നമ്മൾ ആരംഭിക്കുന്നത്. പിന്നീട് വർണ്ണാശ്രമ ധർമ്മങ്ങളെയൊക്കെ വർണ്ണിക്കണം. പ്രഹ്ലാദനെ പോലെ ഭക്തി ഉണ്ടാവാൻ ഏത് വിധത്തിൽ ജീവിക്കണം എന്നൊക്കെ നാരദ മഹർഷി ഉപദേശിക്കുന്ന സപ്തമസ്കന്ധത്തിലെ പിന്നീട് അഷ്ടമസ്കന്ധം ആരംഭിക്കണം മന്വന്തരം എന്ന ലക്ഷണത്തോടു കൂടിയും. ആ അഷ്ടമസ്കന്ധത്തിൽ ആദ്യം തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഗജേന്ദ്രമോക്ഷം എന്ന കഥയാണ്. നമുക്കറിയാം ഗജേന്ദ്രമോക്ഷ സന്ദർഭത്തിൽ താമരപ്പൂ സമർപ്പിക്കുക സകല ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നാളെ രാവിലെ ഏകദേശം 8 മണിയോടുകൂടി നമ്മൾ ആ ഗജേന്ദ്രമോക്ഷം ഭാഗം വായിക്കണം, പാരായണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ സന്ദർഭത്തിലാണ് താമരപ്പൂ സമർപ്പിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും സാധിക്കെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞു വെച്ച് റസീറ്റ് വെച്ച് പോയിക്കോളൂ എന്ന് എളുപ്പമുണ്ട്. രാവിലെ വരാൻ പറ്റാത്തവർക്കും ഇവിടെ ഏൽപ്പിക്കുക എല്ലാവരും. കാരണം എല്ലാവിധ ശ്രേയസ്സിനാണ് ഈ താമരപ്പൂ സമർപ്പണം. അപ്പം അതിലെല്ലാവരും പങ്കെടുക്കുക. അവിടെ ഇന്ന് തന്നെ അതിൻ്റെ വഴിപാടൊക്കെ റസീറ്റ് വാങ്ങിച്ചു പോവുക. പിന്നീട് നാളെ അവതാരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. നാളെ ഏതു നേരത്ത് വന്നാലും അവതാര. രാവിലെ മുതലെങ്ങനെ മത്സ്യം, കൂർമ്മം, പിന്നെ ഇങ്ങനെ മോഹിനി, ധന്വന്തരി ഇങ്ങനെ തുടങ്ങും ഭഗവാന്റെ അവതാരങ്ങൾ. പിന്നീട് അവിടെ ശ്രീരാമനായിട്ടും പരശുരാമനായിട്ടും ബലരാമനായിട്ട് വന്നതായിട്ടുള്ള ഭഗവാൻ നാളെ ഉണ്ണിക്കണ്ണനായിട്ട് വന്നു. ഇന്നിപ്പോൾ എല്ലാവരും ഭയന്ന് വരച്ച് ദൂരെ നിൽക്കുന്നതായിട്ടുള്ള അത്യുഗ്രമായിട്ടുള്ള നരസിംഹസ്വരൂപമായിട്ടാണ് വന്നതെങ്കിൽ നാളെ ഏതൊരാൾക്കും ഓടി വന്നെടുത്ത് മടിയിൽ വെച്ച് ലാളിക്കാൻ പറ്റുന്നതായിട്ടുള്ള താമരക്കണ്ണനായിട്ടുള്ള ഭഗവാന്റെ ആ കൃഷ്ണ അവതാരമാണ് നാളെ വൈകുന്നേരം. ആ സന്ദർഭത്തിൽ നമുക്ക് എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവുക, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാനായി. കുട്ടികളെയൊക്കെ കൃഷ്ണവേഷം കെട്ടിച്ചുകൊണ്ടും രാധികയുടെ വേഷം കെട്ടിച്ചുകൊണ്ടും അതുപോലെ ആ ഗോപിക നൃത്തം അങ്ങനെയുള്ള ആഘോഷങ്ങളായിട്ട് ഭഗവാന്റെ അവതാരം നമുക്ക് ആഘോഷിക്കണം. അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ താമരപ്പൂ സമർപ്പണം പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ നമുക്ക് ഈ പാരായണ പ്രഭാഷണങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം. നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം. നിത്യനായ ചിൽ പ്രകാശരൂപനെ വണങ്ങണം. നിത്യനായ ചിൽ പ്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം. ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. രാധാരമണ മുകുന്ദ മുരാരെ ശരണം
ആഹ്ലാദ പ്രിയ നരഹരിരൂപ ശരണം മേ തവ ചരണയുഗം ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം മൂഷികവാഹനമോദഗഹസ്ത ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഹരി ശരണം മേ തവ ചരണയുഗം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹിഷാം ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ